സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോഴേക്കും ആരാധകർ കൂടുതലാവും. ഇപ്പൊ തന്നെ ആയല്ല 17 ഇപ്പൊ തന്നെ 10. അതെ, ടീച്ചറാണ് കേട്ടോ. ബെല്ലടിച്ചാൽ ക്ലാസ്സിൽ കയറണം കുട്ടികള്. ടീച്ചറെ ഓക്കെ, കേക്കാവോ? ക്ലിയർ ആണോ? ശബ്ദം എന്താ ക്ലിയർ ആണോ? വരുന്നത്? കേക്കാം. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നുണ്ടല്ലോ. എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ. അതേ ഞങ്ങൾ മ്യൂട്ട് ചെയ്യണോ? എന്ത് വേണം? നമ്മളെല്ലാരും മ്യൂട്ട് ചെയ്യേണ്ടി വരും. എല്ലാരും മ്യൂട്ട് ചെയ്തിട്ട് നോക്ക്. വന്നില്ല, ഇനി തുടങ്ങാം. ഇപ്പൊ ക്ലിയർ ആണോ? ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലല്ലോ? നോയ്സ് വല്ലതുണ്ടോ ബാക്ക്ഗ്രൗണ്ട്? ഇപ്പൊ ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. ചാർട്ടിങ്ങിന്റെ സ്ക്രീൻ വന്നാ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ജോബി ചായനെ വെൽക്കം ചെയ്യണ്. ഇവിടെ ഡാനിയൽ അച്ചായൻ ഉണ്ട്. കാരണം ഇതൊക്കെ തുടങ്ങാൻ കാരണം മൂപ്പരുടെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പൊ ജോബി വെൽക്കം. താങ്ക് യു ടീച്ചർ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചാർട്ടിങ്ങിനെ കുറിച്ചാണ്. ചാർട്ടിങ് നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു സ്ക്രീനർ ടൂളാണ്. ബേസിക്കലി നമ്മൾ സ്ക്രീനറിൽ നമ്മൾ സിമ്പിളായിട്ട് പ്രോഗ്രാം എഴുതി കൊടുക്കും. ഫണ്ടമെന്റൽസ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്ക്രീനറിൽ യൂഷ്വലി നമ്മൾ സ്ക്രീനറിന്റെ ഫിൽട്ടർ ഉണ്ടാക്കുന്നത്. ഇത്രയും സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കണ്ടീഷൻസിലുള്ള സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ഉള്ള കാര്യമല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അതിന്റെ കണ്ടീഷൻസ് നമ്മൾ കൊടുത്തിട്ടാണ് screener.com.in നമ്മൾ നമ്മുടെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം അത് കൂടുതലും നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഫണ്ടമെന്റൽ റിലേറ്റഡ് കണ്ടീഷൻസ് ആണ് നമുക്ക് സ്ക്രീനറിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത്. പക്ഷെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ MACDയോ EMIയുടെ കണ്ടീഷൻസോ ബോളിഞ്ചർ ബാൻഡ് കണ്ടീഷൻസോ ഒക്കെ കൂടുതൽ മനോഹരമായിട്ട് എഴുതാൻ പറ്റുന്നത് ചാർട്ടിങ്ങിലാണ്. അതിനകത്തും എഴുതാം, അതിനകത്തും ടെക്നിക്കൽ ടൂൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കത്ര ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. അത് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ കുറച്ചുകൂടെ എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് ചാർട്ടിംഗ് ആണ്. ടെക്നിക്കൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പം ഇതിനകത്ത് താഴെ തുടങ്ങേണ്ടി വരും, ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പം നമുക്ക് ഇതിനകത്ത് പെയ്ഡ് വേർഷൻ ആണ് ഉള്ളത്. അല്ലെ, ഞാൻ ഉപയോഗിക്കുന്ന അൺപെയ്ഡ് ആണ്. യൂഷ്വലി ഇതിന്റെ പെയ്ഡ് വേർഷൻ എടുക്കുന്നതാണ് സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്യാൻ. റിയൽ ടൈമിൽ നമുക്ക് ഡാറ്റ കിട്ടണമെങ്കിൽ പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ 15 മിനിറ്റ്സ് തൊട്ട് 30 മിനിറ്റ്സ് വരെ ഡിലേഡ് ആയിരിക്കും. അപ്പൊ റിയൽ ടൈമിൽ നമ്മൾ ഇൻട്രാഡേയോ ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ പെയ്ഡ് വെർഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. യൂഷ്വലി മിക്ക ആപ്ലിക്കേഷൻസിനും ഇയർലി സബ്സ്ക്രിപ്ഷന് 6 months അങ്ങനെയൊക്കെയാണ്. ഇതിന് മന്ത്ലി ഉണ്ട്. മന്ത്ലി സംതിങ് 800 അങ്ങാണ്ടേ ഉള്ളൂ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അപ്പൊ നമുക്കത് പഠിക്കാൻ വേണമെങ്കിൽ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിയൽ ടൈമിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സ്റ്റോക്കിന്റെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് ഇത് ലോഗിൻ ചെയ്തെടുത്ത് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചത്. ഇനി ഇതിനകത്ത് നമുക്ക് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡാഷ്ബോർഡിലാണ് നമുക്ക് നമ്മുടേതായ സ്കാനർ, ഇതിപ്പോ ഡാഷ്ബോർഡിലാണ് കിടക്കുന്നത്. ഇപ്പൊ ഡാഷ്ബോർഡിൽ നമുക്ക് നമ്മുടേതായ സ്കാനർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡാഷ്ബോർഡിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇവിടെ സ്കാൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള സ്കാനറുകളാണ് ഇതിനകത്ത് ഇപ്പൊ കിടക്കുന്നത്. ഇതിപ്പോ പലപ്പോഴായിട്ട് ക്ലാസ് എടുക്കാൻ അതിന് പല കണ്ടീഷൻസ് ഞാൻ സേവ് ചെയ്തിട്ടതാണ്. ഇതുപോലെ ഒരുപാട്, ഇതിപ്പോ എത്ര 7-8 പേജ് നിറച്ച സ്കാനേഴ്സ് ഉണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തിടാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറെ സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിലും വേണമെങ്കിൽ ആഡ് ചെയ്തിടാവുന്ന ഓപ്ഷൻസും ഉണ്ട്. അപ്പം ഇവിടെ താഴെ ക്രിയേറ്റ് ന്യൂ സ്കാനർ,
വർക്ക് ചെയ്യുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കാവോ? യെസ്, ഹലോ, കേൾക്കാം ജോബി. ഹലോ, നെറ്റ് മോശമാണോ? കേൾക്കാം, കേൾക്കാം. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ ജോബി? കേൾക്കുന്നുണ്ടോ? ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ജോബി തുടങ്ങിക്കോ. കേൾക്കുന്നുണ്ട്. ഇടയിലൊരു ചെറിയ പോസ് വന്നു, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഹലോ, ഞാൻ പറയുന്നത് ഇപ്പൊ കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. യെസ്. നേരത്തെ കേൾക്കാറുന്നോ? ഇല്ല, അതിന്റെ ഇടയിൽ എന്തോ മിസ് ചെയ്തു. ചാറ്റിങ്ങിന് പറഞ്ഞ ഞങ്ങൾ എല്ലാരും കേൾക്കുന്നുണ്ട്, ജോബി ചേട്ടൻ മാത്രം കേൾക്കുന്നില്ല. ഞങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ എന്റെ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ മാറ്റി കണക്ട് ചെയ്തു. അപ്പൊ നമ്മള് ഡാഷ്ബോർഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡാഷ്ബോർഡിൽ നമുക്ക് സ്കാൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡയറക്റ്റ് ഇവിടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പറഞ്ഞോളൂ കണ്ടീഷൻ. ആരെങ്കിലും കണ്ടീഷൻസ് പറഞ്ഞോ? ഞാൻ അന്ന് പറഞ്ഞ ആ പാറ്റേൺ എഴുതാവോ? വലിയ റെഡ് ക്യാൻഡിൽ, കുഞ്ഞു കുഞ്ഞു ക്യാൻഡിൽ. അയ്യോ അയ്യോ, ചെറുതൊക്കെ പറ. എന്താ അല്ലേ? ഇത് പറ, ചെറിയ സിമ്പിള് പറ. EMI വെച്ചൊക്കെ ഉള്ള അത് കഴിഞ്ഞിട്ട് നമുക്ക് വലുതിലേക്ക് നമുക്ക് നോക്കാം. എന്നാ പിന്നെ മനോജ് ഭായി കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ സ്ട്രാറ്റജി എടുക്കാൻ പറ്റുമോ? അതൊന്നും പറ്റത്തില്ല. അതൊക്കെ കോപ്പിറൈറ്റ് സ്ട്രാറ്റജിയാ. മനോജ് എന്നെ തല്ലും. അത് സിമ്പിൾ ഗോൾഡൻ ആയിട്ടുള്ള ക്രോസ് ഓവർ, ഗോൾഡൻ ക്രോസ് ഓവർ ചെയ്യാൻ ഗോൾഡൻ പറ്റുമോ? ക്രോസ് ഓവറിന്റെ കണ്ടീഷൻ പറ. എന്താണ് ഗോൾഡൻ ക്രോസ് ഓവർ? 20-50 ക്രോസ് ചെയ്യുമ്പോ അല്ലേ? EMI 20-50 ക്ലോസ് ചെയ്യണം, ഡൗൺ ചെയ്യുന്ന അല്ലെ? സൈഡ് ക്രോസ്. EMI 20-50 ഡൗൺ സൈഡിൽ ക്രോസ് ചെയ്യണം, അത് തന്നെ അല്ലേ? അല്ല, 20 മുകളിൽ വരണ്ടേ? 50യുടെ ആ റേഞ്ച് അതിലല്ലേ വരേണ്ടത്? ചെറുത് മുകളില് വലുതടിയിലടി 50 EMI 20 EMI അടിയിൽ ക്രോസ് ചെയ്യും. ഓക്കെ, 50 EMI 20 EMI അടിയിൽ നിന്ന് ക്ലോസ് ചെയ്യണം. ഓക്കെ, അല്ലേ? അങ്ങനെയല്ലേ? പറയൂ, ഞാൻ എന്റെ അറിവാണ്. നോക്കാം. EMI എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഡെയിലി EMI 20 EMI ക്രോസ് എബോ അടുത്ത EMI 50. ഈ കണ്ടു ശരിയാണോ? ഡെയിലി EMI 20 ക്രോസ് എബോ ഡെയിലി EMI 50 അല്ലേ? ഗോൾഡൻ ക്രോസ് ഓവർ. ഓക്കെ, അതിന് വീക്കിലി വേണമെങ്കിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീക്കിലി കിട്ടും, അല്ലെ മന്ത്ലി വേണമെങ്കിൽ മന്ത്ലി കിട്ടും. ഇവിടെ മന്ത്ലി മാറ്റി കൊടുക്കണം. എന്ന് വെച്ചാൽ മന്ത്ലി EMI മന്ത്ലി 50 ക്രോസ് ഓവർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ മാറ്റാം. ഇനി EMIയുടെ വാല്യൂ മാറ്റണമെങ്കിൽ നമ്മൾ ഇവിടെ 20-50 അങ്ങനെ മാറ്റിയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ക്രോസ് എബോ വേണമെങ്കിൽ കൊടുക്കാം, ക്രോസ് ബിലോ താഴോട്ടാണ്. പിന്നെ ഡെഡ് ക്രോസ് ഓവർ ആണെങ്കിൽ താഴോട്ട് കൊടുത്താൽ മതി. 50-20 ക്രോസ് ഓവർ ചെയ്യുന്നുണ്ട്, ക്ലോസ് ടു ബിലോ കൊടുത്തത്. ഇല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, ഇപ്പൊ വാല്യൂസ് വെച്ചിട്ടാണ് EMIയുടെ 20 EMIയുടെ വാല്യൂവിനൊക്കെ മേളില് 50 EMIയുടെ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, അങ്ങനത്തെ കണ്ടീഷൻസ് കൊടുക്കാം. അല്ലെങ്കിൽ രണ്ട് വാല്യൂ ഈക്വൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണെങ്കിൽ നമുക്ക് രണ്ടും ഈക്വൽ വരുന്ന ഇതും കൊടുക്കാം. ഓക്കെ, കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞ മാർക്കറ്റ് ക്യാപ്പ് കൊടുത്തൂടെ? അത് കുറച്ചും കൂടെ ഫിൽറ്റർ ചെയ്ത് കിട്ടില്ലേ മാർക്കറ്റ് ക്യാപ്പ്? നമ്മളൊരു കൊടുക്കാം. മാർക്കറ്റ് ക്യാപ്പ് ഗ്രേറ്റർ ദാൻ നമ്പറാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. മാർക്കറ്റ് ക്യാപ്പ് ഗ്രേറ്റർ ദാൻ 100 crore or 1000 crore. ഓക്കെ, ഓക്കെ, അപ്പൊ അത് കൊടുത്തു. അടുത്ത് നമ്മൾ കൊടുക്കുന്ന ഇനി CMB നമുക്ക് പോലെ പ്രൈസ്
പ്രൈസിന് വേണ്ടി ഇവിടെ ഡിലീറ്റ് ആണെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ പ്രൈസ് ആണ് കൊടുക്കുന്നത് എങ്കിൽ ഓക്കെ, പ്രൈസിന് നമുക്ക് ഡയറക്റ്റ് പ്രൈസിന്റെ ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് ഓപ്പൺ വാല്യൂ അല്ലെങ്കിൽ ക്ലോസ് വാല്യൂ അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ ക്ലോസ് അത് കൊടുക്കാം. ഡെയിലി ലോ അല്ലെങ്കിൽ ഡെയിലി ഓപ്പൺ അല്ലെങ്കിൽ ഡെയിലി ഓപ്പൺ ഗ്രേറ്റർ ദാൻ നമ്പർ 50 കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപ കൂടുതലുള്ള സ്റ്റോക്ക് മാത്രമേ കറണ്ട് വാല്യൂ 50 രൂപ മുകളിലുള്ള സ്റ്റോക്ക് മാത്രമേ ഫിൽട്ടർ ചെയ്ത് വരത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് വേണ്ടുന്ന കണ്ടീഷൻസ് ഒക്കെ ഇനി വേറെ എന്താ കൊടുക്കണം? വോളിയം കൊടുക്കാൻ പറ്റുമോ? വോളിയം കൊടുക്കണമെങ്കിൽ വോളിയം ഗ്രേറ്റർ ദാൻ 1 day ago വോളിയം. ഓക്കെ, ഇന്നലത്തേനൊക്കെ ഇന്ന് വോളിയം കൂടുതലായിരിക്കണം എന്ന് വെച്ചാൽ ഡെയിലി വോളിയം ഗ്രേറ്റർ ദാൻ, ഇവിടെ ഡെയിലിക്ക് പകരം ഇന്നലത്തേനൊക്കെ വോളിയം ഇന്ന് കൂടുതലായിരിക്കണം. ഇനി പെർസെൻറ്റേജ് ചേഞ്ച് വേണമെങ്കിൽ അതുപോലെ കൊടുക്കാം. പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഡെയിലി ഗ്രേറ്റർ ദാൻ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് 1 day ago അല്ലെങ്കിൽ 3 days ago. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ടീഷൻസ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഏത് സെഗ്മെന്റിലാണ് നമുക്ക് ഇത് വേണ്ടതെന്ന്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി അത് ഇൻഡെക്സിലുള്ളത്. ഇത് മിഡ് ക്യാപ് 50 ആണോ, നിഫ്റ്റി 100 ആണോ, നിഫ്റ്റി 200 ആണോ, നിഫ്റ്റി 50 ആണോ, നിഫ്റ്റി 500 സ്റ്റോക്കുകളാണോ, അതോ ഇനി നമുക്ക് F&Oയിലുള്ള സ്റ്റോക്കുകളാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് കൊടുത്താൽ മതി. ആ സ്റ്റോക്കുകൾ മതിയെങ്കിൽ അത് വരും. ഇപ്പോൾ F&O സ്റ്റോക്കുകൾ കൊടുത്താൽ ആ സ്റ്റോക്കുകൾ മാത്രം എടുക്കാം. ഇനി കണ്ടീഷൻസ് ഓൾ കണ്ടീഷൻസ് പാസ് ചെയ്യണോ, എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്ത സ്റ്റോക്കാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്ത് മതിയാണോ ആണെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി പാസ് ചെയ്യുന്നതാണോ ഫെയിൽ ചെയ്യുന്നതാണോ, ഇപ്പോൾ ഓപ്പോസിറ്റ് ആണോ നമുക്ക് വേണ്ടത്, ഫെയിൽ ആവുന്ന കണ്ടീഷൻസ് ആണ് നമുക്ക് വേണ്ടത്, ഫെയിൽ കൊടുക്കാം. എന്നിട്ട് ഇത് റൺ സ്കാൻ കൊടുത്താൽ മതി. റൺ സ്കാൻ കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ഇവിടെ വരും. ഒന്നും വന്നില്ല. അപ്പം നമ്മുടെ ഈ എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടീഷൻസ് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഏതെങ്കിലും കണ്ടീഷൻസ് ഇന്റർലോക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ വോളിയം ആയിരുന്നൊരു പ്രശ്നം. വോളിയം 1 day ago വോളിയത്തിന്റെ കൂടുതലില്ലാത്തതുകൊണ്ടാണ് വരാഞ്ഞത്. ഈ ഒരു കണ്ടീഷൻ മീറ്റ് ആയില്ല. ഡെയിലി വോളിയം ഗ്രേറ്റർ ദാൻ 1 day ago വോളിയം. അപ്പൊ ഇന്നലെ കാര്യമായിട്ട് വോളിയമുള്ള സ്റ്റോക്ക്. അപ്പൊ നമ്മൾ പിന്നെ ഇവിടെ ഒരു ഫിൽട്ടർ കണ്ടീഷൻ ഇട്ടു, ഫ്യൂച്ചേഴ്സ് ഇട്ടു. ഫ്യൂച്ചേഴ്സ് ഇട്ടുകൊണ്ട് ലിമിറ്റഡ് 200-250 സ്റ്റോക്കിൽ നിന്നല്ല വരത്തോളം. അപ്പൊ ക്യാഷ് ഇട്ട് കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ സ്റ്റോക്ക് കിട്ടിയെന്നിരിക്കും നമ്മുടെ കണ്ടീഷനെല്ലാം മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആ സ്റ്റോക്ക് നമ്മുടെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ക്യാഷ് മാർക്കറ്റിലെ സ്റ്റോക്ക് 10,000-15,000 സ്റ്റോക്കില്ല. അപ്പൊ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്ക് വരും. 15 സ്റ്റോക്ക് നമ്മുടെ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന ഫിൽട്ടർ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അതിന്റെ സിമ്പല്, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്, പ്രൈസ്, വോളിയം, ഇതെല്ലാം നമുക്കിവിടെ അറിയാം. ഇത് നമുക്ക് ഇങ്ങനെ ഫിൽട്ടർ ചെയ്യാം. വോളിയം കൂടുതലുള്ള വേണമെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ പ്രൈസ് കൂടുതലുള്ള വേണമെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് കൂടുതലുള്ള വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അസെൻഡിങ് ഡിസെൻഡിൽ ഫിൽട്ടർ ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്ക്രീൻഷോട്ട് വ്യൂ കിട്ടുമെങ്കിലും നമുക്ക് ഇതിന്റെ ഫുൾ വ്യൂ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഷോ ചാർട്ട് പ്രിവ്യൂ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത്. ഇല്ലെങ്കിൽ വരത്തില്ല. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് വരത്തില്ല. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ചാർട്ടിലേക്കാണ് പോകുന്നത്. ഇതിന്റെ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ യെല്ലോ കളർ ആണ് നമ്മുടെ കണ്ടീഷൻ മീറ്റ് ഇതാണ് കാണിക്കുന്ന യെല്ലോ കളർ. നമ്മുടെ കണ്ടീഷൻസ് ഇവിടെ മീറ്റ് ആയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറയണ്ടോ, ആ ഒരു ക്യാൻഡിൽ നമ്മൾ കൊടുത്ത എല്ലാ കണ്ടീഷൻസും ക്ലിക്ക് ആയിട്ടുണ്ട്. അല്ല നമ്മൾ ഈ ഒരു ക്യാൻഡിലാണ് നോക്കുന്നത് വെച്ചാൽ, ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ ഈ 2 കണ്ടീഷൻസ് ഒഴികെ ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കറിയാൻ പറ്റും.
ഏത് ക്യാൻഡിൽ വെച്ച് നോക്കിയാലും നമ്മുടെ എത്ര കണ്ടീഷൻസ് മീറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ പുതിയ ഫീച്ചേഴ്സ് ആണ്, നേരത്തെ ഇല്ലാത്ത ഫീച്ചേഴ്സ് ആണ്. നേരത്തെ നമ്മൾ ആദ്യത്തെ ക്ലാസ് എടുത്തപ്പോൾ കഴിഞ്ഞ വർഷം ഇല്ലേ ഇല്ലാത്ത ഉള്ളൂ. ഫീച്ചേഴ്സ്. ഇതൊക്കെ പെയ്ഡ് വേർഷനിൽ മാത്രമേ ഇതൊക്കെ അല്ല പെയ്ഡിൽ അല്ല മാത്രമേ അല്ല ഉള്ളൂ. അല്ല 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 ഇത് ഫ്രീ ആണ്. പക്ഷെ നമ്മുടെ ഈ സ്ക്രീനർ വർക്ക് ചെയ്യണമെങ്കിൽ പെയ്ഡ് വേർഷനിലാണ് റിയൽ ടൈം ഡാറ്റ നമുക്ക് ഓരോ മിനിറ്റിലും 2 മിനിറ്റിലും ഒക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ 15 മിനിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് ആകത്തുള്ളൂ. റിയൽ ടൈം ഡാറ്റ കിട്ടില്ല. ഇത് എന്റെ പെയ്ഡ് വേർഷൻ അല്ല. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എല്ലാം മീറ്റ് ആയ ക്യാൻഡിൽ വന്നുണ്ടോ, അപ്പൊ അതാണ് അതിൽ നിന്നാണ് ഫിൽട്ടർ ചെയ്തപ്പോൾ വന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ നമ്മുടെ ഈ ക്യാൻഡിൽ മീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ചാർട്ട് ഇതാണ്. നമുക്ക് ഈ ചാർട്ടിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബിൽറ്റിൻ ആയിട്ട് നമുക്ക് കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഡെവലപ്പ് ചെയ്ത് വെക്കാം. ഇപ്പം സ്ട്രാറ്റജി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇട്ട് വെച്ചേക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സിങ്ങിന്റെ ഇൻഡിക്കേറ്റേഴ്സ്, മൂവിങ് ആവറേജ്, RSI എന്നൊക്കെ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു സെറ്റ് ആക്കി വെക്കാം. അതുപോലെ ചാർട്ടിനകത്ത് നമുക്ക് പർട്ടിക്കുലർ ടെംപ്ലേറ്റ് നമ്മൾ ഇതിന്റെ കണക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടിട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ സേവ് ചെയ്ത് വെക്കുന്ന ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് ചാർട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. പിന്നെ ബാക്കി എല്ലാം സെയിം ആണ്, ട്രേഡിംഗ് കണക്കൊക്കെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ആദ്യം പറഞ്ഞ പയ്യെ ഒന്ന് കാണിച്ചു തരാമോ? ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യണ്ട, ജസ്റ്റ് അത് എടുക്കുന്ന മുതൽ ആദ്യം മുതൽ. അടുത്ത് നിങ്ങൾ പറയുന്നു ന്യൂസ് ക്യാമറ എന്താ ചെയ്യണ്ടേ? അടുത്ത മെത്തേഡ് പറഞ്ഞുതരാം. പറഞ്ഞോ, എന്ത് കണ്ടീഷൻ ഉണ്ട്? കണ്ടീഷൻ ഏതായാലും കുഴപ്പമില്ല, ഒന്ന് സാവധാനം കാണിച്ചാൽ മനസ്സിലാവും. ഫോണിൽ ഇതുപോലെ തന്നെ അല്ലേ ഉപയോഗിക്കണേ? ഫോണിലും ഇതുപോലൊക്കെ തന്നെ. പറഞ്ഞോ കണ്ടീഷൻ പറഞ്ഞോ, കാണിക്കുന്നില്ല പറ. അങ്ങനെ ഒന്നും വായി കിട്ടണല്ല എന്തെങ്കിലുമൊക്കെ പറയുന്നേ. അല്ല അത് ഇപ്പോ ചെയ്തോ. ബോളിഞ്ചർ ബാൻഡ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് മനസ്സിലാവും. ഇപ്പൊ ഇതിന്റെ ഒരു വേറെ പുതിയൊരു ഓപ്ഷൻ വന്നതാണ്. നമുക്ക് AI ടൂൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ, ഇതിപ്പം അത്യാവശ്യം ലോജിക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു ഇതാണ്. സന്ദീപ് പറയുന്നത് എനിക്ക് ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ ബാൻഡ് ബ്രേക്ക് ചെയ്ത് റേസ് നിൽക്കുന്ന സ്റ്റോക്കുകൾ വേണം. അപ്പൊ നമ്മൾ എഴുതുന്നു ബോളിഞ്ചർ ബാൻഡ് ബോളിഞ്ചർ ബാൻഡ് അപ്പർ ലെവൽ ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ ഡെയിലി അപ്പർ ബോളിഞ്ചർ ബാൻഡ് 20 SMA 2. അതിന്റെ കണ്ടീഷൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ ആർക്കും അറിയാത്തവർക്ക് ഇതൊരു കണ്ടീഷൻ വന്നേ. ഇനി നമുക്ക് അടുത്ത കൊടുക്കാം. എന്താണ് പ്രൈസ് അല്ല വോളിയം എബോ വോളിയം ഗ്രേറ്റർ ദാൻ 20 days ആവറേജ് വോളിയം. അപ്പൊ അതിന്റെ കണ്ടീഷൻ ഡെയിലി വോളിയം ഗ്രേറ്റർ ദാൻ ഡെയിലി SMA. 20 days ആവറേജ് വോളിയം എടുത്തപ്പോൾ SMA വോളിയം എടുക്കുന്നത് 5 മിനിറ്റ് അങ്ങനെ ആക്കിയ ടൈം ഫ്രെയിം നമുക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പറ്റുമോ? ഇതില് എല്ലാം ചെയ്യാൻ പറ്റും. പറഞ്ഞോ, കണ്ടീഷൻ പറ. അല്ല ഇൻട്രാഡേ പർപ്പസ് ആയതുകൊണ്ട് 5 മിനിറ്റ് വേണ്ടത്, അതാ ചോദിച്ചേ. ഇൻട്രാഡേ പെയ്ഡ് വെർഷൻ എടുക്കണം. 5 മിനിറ്റ് അല്ലാണ്ട് പറ്റില്ല. 5 മിനിറ്റ് വേണ്ടേ? 5 മിനിറ്റ് വേണം, 5 മിനിറ്റ് വേണം. 5 മിനിറ്റ് ക്ലോസ് ഗ്രേറ്റർ ദാൻ അപ്പർ ബോളിഞ്ചർ ബാൻഡ് ബിഫോർ 5 minutes ago. ഓക്കെ, അല്ലെ 10 minutes ago. മിനിറ്റിലും ഇടാം, 1 മിനിറ്റ് വരെ ഇടാം. പക്ഷെ നമുക്ക് ഇത് കൃത്യമായിട്ട് അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ പെയ്ഡ് വേർഷൻ ആണെങ്കിൽ മാത്രമേ ഇമ്മീഡിയറ്റ് എവരി മിനിറ്റിൽ അപ്ഡേറ്റ് ആകത്തുള്ളൂ. മെസ്സേജ് അലേർട്ടും വരും പെയ്ഡ് വേർഷൻ ആണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് 15-30 മിനിറ്റ് ഇവന്റ് ഒക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ശരി. ഇനിയിപ്പോ എന്താണ് ക്യാൻഡിൽ പറയാം. അലൻ ഏതാണ് ക്യാൻഡിൽ പറഞ്ഞില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.
ഒരു വലിയ റെഡ് ക്യാൻഡില്, അതിന് വലിയ താഴെ റെഡ് ക്യാൻഡിൽ. ആ റെഡ് ക്യാൻഡിലിന്റെ ലോ കട്ട് ചെയ്ത് പോകാതെ തുടർച്ചയായിട്ട് ഒരു 3 കുഞ്ഞു കുഞ്ഞു റെഡ് ക്യാൻഡിലുകൾ, റെഡോ ഗ്രീനോ ഏതേ. മാരിബുസു, റെഡ് ക്യാൻഡിൽ മാരിബുസു ആയിരിക്കും. വാട്സപ്പ് കണക്റ്റഡ് അല്ലേ? അതെ, ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. അത് തന്നെയല്ലേ അപ്പൊ ഇൻസൈഡ് ഡേ എന്ന് പറയുന്നത്? അതാണ് ഇൻസൈഡ്. അത് കണ്ടീഷൻ പാറ്റേൺ ഉണ്ടോ? പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് കിട്ടും. ഏതെങ്കിലും പാറ്റേൺ ഉണ്ടോ? അതിന് പാർട്ടിയുടെ പേരില്ലെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്. ഒരു ഫ്ലാഗ് പോലെ. വോളറ്റിലിറ്റി കുറയുന്നത്. വലിയ റെഡ് ക്യാൻഡിലിന് പിന്നെയും എങ്ങനെയാ ചെറിയ റെഡ് ക്യാൻഡിൽസ് ഇതാവണമെങ്കിൽ പിന്നെയും അത് മോളിന്ന് ഓപ്പൺ മുകളിലാവണ്ടേ? ക്ലോസ് ഓപ്പണിലും താഴെ ആവണ്ടേ? വലിയൊരു റെഡ് ക്യാൻഡിലിന്റെ ഉള്ളിൽ പിന്നെയും റെഡ് ക്യാൻഡിൽസ് വരണമെങ്കിൽ ഓരോ ക്യാൻഡിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വന്നേക്കുന്നത്. താഴേക്കാ പറഞ്ഞത് അല്ലെ, ഉള്ളിലല്ല അല്ലെ? ഉള്ളിലല്ല, അതിന്റെ ലോജിക്ക് അതിന്റെ വോളറ്റിലിറ്റി കുറയുക എന്നേ ഉള്ളൂ. അത് താഴെ തെറ്റിയതാ. അറിയില്ല, ഇട്ട് നോക്കാം. ഞാൻ നോക്കിയിട്ടില്ല അങ്ങനെ. ഇല്ലേ പിന്നെ നമ്മൾ ഓരോന്നിന്റെ ഇതിന്റെ ഓപ്പൺ ലെസ് ദാൻ ക്ലോസ്, അടുത്തതിന്റെ ഓപ്പൺ ലെസ് ദാൻ ക്ലോസ്, പ്രീവിയസ് ഡേ, അടുത്തതിന്റെ ഓപ്പൺ ലെസ് ദാൻ ക്ലോസ്, അങ്ങനെ 3 ദിവസം 4 ദിവസത്തായിട്ട് എഴുതി കൊടുക്കണം. ഇത് വരുമോന്ന് അറിയില്ല. അതൊക്കെ വന്നിട്ടുണ്ട്, ഉണ്ട് ഡെയിലി ഉണ്ട് ക്ലോസ്, അങ്ങനെ തന്നെ കണ്ടീഷൻ വന്ന്. ഇതുപോലെ കണ്ടീഷൻ പോലെ മാച്ച് ആവുമോ? നമ്മളിപ്പോ കൊടുത്ത ഓൺ ലോങ് ഏതാ പോക്കോ ഇത് ചാർട്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മൾ കൊടുത്ത ഓൺ ലോങ് റെഡ് ക്യാൻഡിൽ ആൻഡ് 3 ബ്ലാക്ക് ക്രോസ് പാറ്റേൺ. ബ്ലാക്ക് ക്രോസ് എന്ന് പറയുന്നത് താഴോട്ട് പോകുന്ന 3 റെഡ് ക്യാൻഡിലാണ് 3 ബ്ലാക്ക് ക്രോസ് എന്ന് പറയുന്നത്. അപ്പൊ ആ പാറ്റേണിലാണ് ഇതിപ്പോ ഉണ്ടാക്കുന്നത്. ICICI Prudentialന്റെ ETF ആണ് വന്നേക്കുന്നത്, വേറെ ഒന്നും വന്നിട്ടില്ല. അത് അതാണ് മാലിനായിട്ട് വരുമ്പോ എന്ത് വരുന്നത്? ഇത് ഓപ്പൺ ക്ലോസ് വെച്ചിട്ടാണ് ഇതിപ്പോ എഴുതിയേക്കുന്നവര്. അപ്പൊ അത് ഫസ്റ്റ് ഡേ ക്ലോസ് ചെയ്തേക്കുന്ന ഓപ്പണിനൊക്കെ താഴെയാണ്, അതായത് റെഡ് ക്യാൻഡില്. സെക്കൻഡ് ഡേ ക്ലോസ് ലെസ് ദാൻ 2 days എഗോ ഓപ്പൺ, പ്രീവിയസ് ഡേക്കാളും ക്ലോസ്. മൂന്നാമത്തെ 3 ദിവസത്തെ ലെസ് ആണ്. ആ ഒരു കണ്ടീഷനിലാണ് എഴുതിയേക്കുന്നത്. വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് നോക്കിയാലോ എന്തെങ്കിലും കണ്ടീഷൻ കിട്ടുന്നുണ്ടോ? ഞാനതെല്ലാം നോക്കി, ആ ഒരു സ്പെസിഫിക് പാറ്റേൺ ഒന്നും കണ്ടില്ല. മാനുവലായിട്ട് എഴുതുമ്പോഴും ഇപ്പൊ ഞാൻ ഇട്ട ആ ഒരു പാറ്റേൺ മാത്രമാണ് കണ്ടുപിടിക്കാം. പക്ഷെ എന്റെ ആ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വോളറ്റിലിറ്റി, അതിൽ വോളറ്റിലിറ്റി ഇങ്ങനെ ചുരുങ്ങി 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 വരുന്നു, എന്നിട്ട് അവിടുന്ന് ബ്ലാസ്റ്റ് ആവുന്നു. ജോയ് ബ്രോ ഒന്ന് ബോളിഞ്ചർ ബാൻഡ് ഹൈഡ് ചെയ്യോ? ഓക്കെ. അപ്പൊ ICICI അവിടെ ആ ETF-ന്റെ ഗ്രാഫ് എടുത്തു, ചാർട്ട് എടുത്തു നോക്കൂ. അപ്പൊ അത് ഇങ്ങനെ കാണുന്നുണ്ടോന്ന് ഈ കണ്ടീഷൻ ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നമുക്ക് നോക്കാം. ഇതില് വാല്യൂ ഉള്ള സ്റ്റോക്ക് എടുത്ത് നോക്കാം. ഡിക്സണിൽ ആ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്, പക്ഷെ അടുത്ത് ഗ്രീൻ വന്നിട്ടില്ല അല്ലേ? ഇതിനകത്ത് പക്ഷെ 3 ആദ്യത്തെ ഇനി ഒരു ക്യാൻഡിലൂടെ വരണം അല്ലേ? അത് മാത്രമല്ല, ആദ്യത്തെ ക്യാൻഡിലിന്റെ ലോ ഇല്ലേ, ആ ലോയെ കട്ട് ചെയ്ത് താഴത്തെ ക്യാൻഡിൽസ് വന്നിട്ടുണ്ട്. അത് വന്നില്ലേ? അത് കറക്റ്റ് അല്ലേ? ഇപ്പം ആദ്യത്തെ 3 ക്യാൻഡിൽ കറക്റ്റ് അല്ലേ? ഇനി ഒരു ക്യാൻഡിലൂടെ 4ാമത്തെ ക്യാൻഡിൽ ഇട്ട് വരണം.
അല്ല ബെയറിഷ് ആയിട്ടുള്ള ഒരു ഇതിലാണോ ഇപ്പൊ ഈ ഡിക്സൺ നിൽക്കുന്നത്? ഒരു എം പാറ്റേൺ ആണോ? ഈ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ താഴെ വന്നിട്ട് ഒരു റെഡും പിന്നെ ഒരു ഡോജി പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചൊരു മാരിബുസ് അല്ലെങ്കിൽ വരണം. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് തന്ന പാറ്റേണിൽ ഇരിക്കുന്നത് ഗ്രൂപ്പിലിട്ടത് അല്ലേ? ഗ്രൂപ്പിലിട്ട പാൻറ്റിന്റെ അകത്ത് ആ വലിയ റെഡ് ക്യാൻഡിലിന്റെ ലോ ഇല്ലേ, ആ ലോ കട്ട് ചെയ്തിട്ടില്ല അടുത്ത ക്യാൻഡിൽസ്. ഇതിപ്പോ ഒരു ഡൗൺ ട്രെൻഡ് ആയിട്ടിരിക്കുക. മറ്റേ ഞാനിട്ട പാറ്റേണിനകത്ത് ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ളത് ആ റെഡ് ക്യാൻഡില്ല, അതിന്റെ ചൈൽഡ്സ് ആണ് അടുത്ത 2-3 കുഞ്ഞി ക്യാൻഡിൽസ്. അപ്പൊ ഇതിനകത്ത് ഇനിയും ക്യാൻഡിൽ വരാനുണ്ട്. അല്ല ജോബി, അതിനകത്ത് പറയുന്നത് വെച്ചാൽ ഈ ആദ്യത്തെ എനിക്ക് നിലം പറയുന്ന ആദ്യത്തെ റെഡ് ക്യാൻഡിൽ ഇല്ല, അതിന്റെ ലോ പൊട്ടിക്കാൻ പാടില്ല. കാരണം ഗ്രൂപ്പിന്റെ അത് അങ്ങനെയാ കൊടുത്തേക്കുന്നത്. ലോ പൊട്ടിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ വിക്ക് പൊട്ടിച്ചിട്ടുണ്ടല്ലോ. ഇല്ല, ഗ്രൂപ്പിൽ നോക്കുവാണെങ്കിൽ വിക്കിന്റെ താഴെ പോയിട്ടില്ല. അല്ല, അടുത്ത രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ക്യാൻഡില് ആദ്യത്തെ ക്യാൻഡിലിന്റെ ലോ വിക്ക് പൊട്ടിച്ചിട്ടില്ല. മനസ്സിലായി. അപ്പൊ ആ കണ്ടീഷനോട് എഴുതണം. അങ്ങനെ ആരും പറഞ്ഞേക്കുന്നത്. വലിയ റെഡ് ക്യാൻഡിലിന്റെ വിക്ക് പൊട്ടിച്ചിട്ടില്ല. അതുപോലെ ആ റെഡ് ക്യാൻഡിലിന്റെ ഒരു 3/4 ചെറിയ ചെറിയ ക്യാൻഡിൽസിന്റെ ഹൈ പോയിട്ടുമില്ല. കുത്തിരുന്ന് സമയത്ത് നമുക്ക് എഴുതി നോക്കിയാൽ ചിലപ്പോ വരുമായിരിക്കും. മാനുവലി ഇട്ട് നോക്കിയിട്ട് വല്ലതും കിട്ടിയ മാനുവലി ഇട്ട് നോക്കുമ്പോ ചിലതൊക്കെ കിട്ടും, പക്ഷെ ആ സ്പെസിഫിക് കണ്ടീഷനിലേ വരുമോ, അത് പെർസെന്റേജിൽ എഴുതേണ്ടി വരുമോ അതിൽ. ഓക്കെ, പെർസെന്റേജ് എല്ലാ ഇതിനും വ്യത്യാസം കാണത്തില്ല, ഓരോന്നിനും ഓരോ പെർസെന്റേജിലായിരിക്കത്തില്ല വരുന്നത്. അങ്ങനെയല്ല, ആ വലിയ റെഡ് ക്യാൻഡിലിനെ 100% ആക്കി എടുത്തിട്ട് അത് വെച്ചിട്ട് ബാക്കി ക്യാൻഡിൽസ് എഴുതണം. ആ 100%ന്റെ 25% കൂടെ താഴേക്ക് പോകാം എന്നുള്ള കണക്കുകൂട്ടലൊക്കെ. ഓക്കെ, അത് നമുക്ക് നോക്കാം. പൊതുവെ ജോബി ഇതിൽ വന്നതൊക്കെ ഇപ്പൊ ഒരു ബെയറിഷ് ക്യാൻഡിലുള്ള സ്റ്റോക്കുകളാണോ ഇപ്പൊ ഈ വന്നതൊക്കെ? ഓൾമോസ്റ്റ് ആ ഒരു കണ്ടീഷൻ, നമ്മൾ പറഞ്ഞ കണ്ടീഷൻ, താഴോട്ട് പോകുന്ന കണ്ടീഷൻസ് ആണ് വന്നേക്കുന്നത്. നമ്മൾ പറഞ്ഞ ഒരു വലിയ ക്യാൻഡില്, റെഡ് ക്യാൻഡില്, അത് കഴിഞ്ഞ് 3 ബ്ലാക്ക് ക്രോസ് എന്ന് പറഞ്ഞ കൊടുത്തു. 3 ബ്ലാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റെപ്പ് മാതിരി വൈറ്റ് സോൾജേഴ്സിന്റെ ഓപ്പോസിറ്റ് പാറ്റേൺ ആണ് 3 ബ്ലാക്ക് ക്രോസ് വരുന്നത്. അപ്പൊ താഴേക്ക് 3 ക്യാൻഡിൽസ് ആണ് അതിനകത്ത് വരുന്നത്, റെഡ് ക്യാൻഡിൽസ്. അപ്പൊ ആ കണ്ടീഷൻ വെച്ച് നോക്കുക, നമ്മൾ കൊടുത്ത കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വന്നേക്കുന്ന എല്ലാം കറക്റ്റ് ആണ്. കണ്ടേ, എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരു റെഡ് ക്യാൻഡിൽ, അതിന്റെ 3 ബ്ലാക്ക് ക്രോസ്, അത് വന്നപ്പോ അതും ഇതായിട്ടുണ്ട്. ഇവിടെ അതുപോലെ വന്നപ്പോ വന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നോക്കി, ഇവിടെ നോക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ പാറ്റേൺ റിവേഴ്സ് ആവുന്നുണ്ടോ? ഈ പാറ്റേൺ ഇവിടെ റിവേഴ്സ് ആവുന്നുണ്ട്. ഇവിടെ ഇത് വന്നതിന് ശേഷം ഇത് റിവേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഇതുപോലെ 4 ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് ആവുന്ന ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്ത് നോക്കാം വേറെ ഇതിലൊക്കെ. പക്ഷെ അപ്പൊ ബ്രേക്കപ്പ് സ്ട്രക്ചർ വന്നില്ലല്ലോ റിവേഴ്സ് ആയിട്ടും. ഇതിപ്പോ ഇവിടെ കണ്ടില്ല, ഇവിടെ വന്നിട്ട് ഇവിടെ റിവേഴ്സ്, അടുത്ത ഗ്രീൻ ക്യാൻഡിലാ വന്നത്. ഇതിപ്പോ നടക്കാൻ പോകുന്ന ക്യാൻഡിലല്ലേ, ഡിക്സൺ മാറ്റി വേറെ ഒരെണ്ണം നോക്കിയാൽ ചിലപ്പോ കിട്ടും. അനുഭവിച്ചിട്ട് ഗ്രീൻ അല്ലേ വന്നത്. പക്ഷെ ഇപ്പൊ റിക്കവറി കാണുന്നുണ്ട് ആ ഒരു പാറ്റേൺ വന്നിട്ടുള്ളപ്പോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ 4 റെഡ് ക്യാൻഡിൽ വന്നിട്ട് 5ാമത്തെ ഒരു ഗ്രീൻ വന്നിട്ട് പിന്നെ തിരിച്ചു കയറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഡെയിലിയാ. അല്ല നമ്മളെ ഒരു പുതിയ രീതിയിലേക്കാണ് കൊണ്ടുപോയത്. ഇവിടെ കണ്ടില്ലേ, ഒരു ഗ്രീൻ ആണ് അതിന് അടുത്ത ദിവസം വന്നത്, പിന്നെ താഴെ വന്നെങ്കിലും വീണ്ടും കയറിയിട്ടുണ്ട്. ഇവിടെ റെഡാണ്. അപ്പം വേറെ നല്ല റിസൾട്ട് ആയിരുന്നല്ലോ. പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ അത്?
ആയിരിക്കും. കർബ എക്സ്ട്രാക്ഷൻ, അനൂപ്, ബ്ലൂ സ്റ്റാർ നോക്കാം. ബ്ലൂ സ്റ്റാർ നമ്മൾ നോക്കിയല്ലേ. ബ്ലൂ സ്റ്റാറിലും അത് കഴിഞ്ഞിട്ട് ഗ്രീന്, ഇവിടെ അത് കഴിഞ്ഞിട്ട് ഗ്രീൻ. ബ്ലൂ സ്റ്റാർ നമ്മൾ നോക്കിയാണല്ലോ. വേറെ ഒന്ന് നോക്കാം. ഗ്ലോബസ് സ്പിരിറ്റ്സ്, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പൊ നാളെ നമുക്ക് നോക്കാം ഈ സ്റ്റോക്കുകളിലൊക്കെ ഗ്രീൻ വരുമോ ഇല്ലയോ എന്ന്. ഇവിടെയും കണ്ടോ, അത് കഴിഞ്ഞ് ഗ്രീനാ വന്നേക്കുന്നത്. ഇത് കൊള്ളാമല്ലോ, നല്ല പാറ്റാണ് കേട്ടോ. ഒരു ദിവസം ട്രേഡ് കിട്ടും, അടുത്ത ദിവസം. പിന്നെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം കയറുന്നുണ്ട്. നമ്മൾ ചുമ്മാ എഴുതുകയാണെങ്കിൽ നമുക്കൊരു റിസൾട്ട് കിട്ടിയല്ലോ, അത് മതി. ഗുജറാത്ത് ആൽക്കലി, ഞാൻ പറഞ്ഞ കറക്റ്റ് പാറ്റേൺ ഇല്ലേ, ആ പാറ്റേൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഭയങ്കരമായിട്ടൊരു മൂവ്മെന്റ് മുകളിലോട്ടുണ്ടാവും. കണ്ട് അടുത്ത ക്യാൻഡില് ഗ്രീൻ വന്നേക്കുന്ന. ഇതിപ്പോ ഞാൻ കൊടുത്തതും വെച്ച് നോക്കുവാണെങ്കിൽ അലൻ സെയിം ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു ക്യാൻഡിലാണ് ഇവിടെ വരുന്നത്, കണ്ടില്ലേ, ഗ്രീൻ ക്യാൻഡിൽ. അതായത് 4 റെഡ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് അടുത്തൊരു ഗ്രീനിലാണ് മിക്കപ്പോഴും ആ പാറ്റേൺ ഇതാവുന്നുണ്ട്. ഇവിടെ കണ്ടിട്ടുണ്ട് അടുത്ത ഗ്രീൻ വന്നുണ്ടാവും. പക്ഷെ ഇതൊരു ഫുൾ ക്യാൻഡിലായിട്ടാണ് വരുന്നത്. അടുത്ത ഗ്രീൻ ആണ് വന്നത്. ഇവിടെ ഉണ്ടോ 4 എണ്ണത്തിന് ശേഷം അടുത്ത ഗ്രീൻ ആണ് വന്നത്. ഇവിടെയും ഗ്രീൻ ആണ് വന്നത്, അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? സംതിങ് റിലേറ്റഡ് ആണ്. ഇപ്പൊ ബ്രോയ്ക്കായാലും 4 റെഡ് കഴിഞ്ഞിട്ട് ഡോജി വന്നേക്കുന്ന ഗ്രീൻ അല്ലേ. അത് കഴിഞ്ഞ് 5ാമത്തെ ദിവസം അടുത്ത വന്നു. നമുക്ക് കുറച്ചുകൂടെ സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചുകൂടെ ഫിൽട്ടർ ചെയ്തിട്ടേ കണ്ടീഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഇതോട് കൊടുക്കാം, 5ാമത്തെ ദിവസത്തെ ഡോജി വരണമെന്ന് പറഞ്ഞിട്ട്. അന്നേരം ഒത്തിരി സ്റ്റോക്ക് ഔട്ട് ആയി പോകും. ഒത്തിരി സ്റ്റോക്ക് ഔട്ടോ, ഡെഫിനറ്റ്ലി. വളരെ കുറച്ച് സ്റ്റോക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മള് സ്ക്രീനർ എഴുതുന്നത്. അപ്പൊ ഇനിയിപ്പോ ഈ കണ്ടീഷൻ ആർക്കെങ്കിലും വേണമെങ്കിൽ കോപ്പി ചെയ്ത് വെച്ചോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മള് ഒരു കണ്ടീഷൻ കൊടുത്തപ്പോ തന്നെ അത് ജനറേറ്റ് ചെയ്ത് വന്നേ. ഇപ്പൊ ഓൺ ലോങ് റെഡ് ക്യാൻഡിൽ 3 ബ്ലാക്ക് ക്രോസ് എന്ന് പറഞ്ഞ ക്യാൻഡിൽ പാറ്റേണിൽ ഉള്ളത് എടുക്കാൻ പറഞ്ഞപ്പോ അത് എടുത്തു തന്നു. ഓക്കെ, ആണെങ്കിൽ സേവ് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇപ്പൊ സേവ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക, ഒരു പേര് കൊടുക്കുക. ഓക്കെ, 3 ബ്ലാക്ക് ക്രോസ് കൊടുക്കുക. ഈ ബ്ലാക്ക് ക്രോസ് നമ്മൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് പിന്നെ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് കണ്ടീഷൻസ്. നമ്മൾ കണ്ടീഷൻസ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓൺ റെഡ് ക്യാൻഡ് 4 റെഡ് ക്യാൻഡിൽസ് കൊടുക്കാം. ഓക്കെ, ഓക്കെ, സ്കാൻ കാറ്റഗറി നമ്മൾ ബുള്ളിഷ് സ്കാൻ ആണ് നോക്കുന്നത്. ഓക്കെ, ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സേവ് ആയി മാറും. ഇപ്പോൾ സ്കാനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ ഇത് ഓൾറെഡി സേവ് ആയി വന്നു കഴിഞ്ഞു. ഓക്കെ, ഒരു വട്ടം ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ബാക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടും. അത് എത്ര നാളത്തെ ബാക്ക് ടെസ്റ്റ് വേണം നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ എത്ര 9 months, 2 years, 4 years, 9 years അങ്ങനെ ബാക്ക് ടെസ്റ്റ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാക്ക് ടെസ്റ്റ് റിസൾട്ട് നമുക്ക് എക്സലിലേക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തും കിട്ടും. നമുക്ക് എക്സലിൽ പോയിട്ട് നോക്കുകയും ചെയ്യാം. ഇനി ഇത് നമ്മൾ ബാക്ക് ടെസ്റ്റിനകത്ത് ഇവിടെ ഓരോ ദിവസവും നമ്മുടെ കണ്ടീഷൻ മീറ്റ് ആയി വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതാണ് 9 months. ഇതേത് ഡേറ്റ് ആണ്? ഓക്കെ, 30/4 ഏപ്രിൽ 30 വന്നിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഏപ്രിൽ 30 നമ്മുടെ കണ്ടീഷൻസ് മീറ്റ് ചെയ്ത സ്റ്റോക്കുകളുണ്ടാവും. 4 റെഡ് വന്നിട്ട് ഗ്രീൻ വന്നു, 4 റെഡ് വന്നിട്ട് ഗ്രീൻ വന്നു. അപ്പൊ നമ്മുടെ ഇവിടെ 4 റെഡ് വന്നിട്ട് നല്ല 2 ഗ്രീൻ വന്നു. അപ്പൊ നമ്മുടെ ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട്. ഈ ഇതിൽ ഇൻഫോ മീഡിയയില് ഫുൾ ഫെയിൽ ആയിട്ടുണ്ട്. ഇവിടെ ഒരിടത്ത് മാത്രമേ അത് മെറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. പക്ഷെ ഇത് റെഡ് ക്യാൻഡിൽ 1, 2, 3, 4, 5 1, 2, 3, 5 ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് അടുത്തത്. ഇത് ഓൾമോസ്റ്റ് അലം പറഞ്ഞ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 4 വന്നിട്ട്
ഇല്ല, പക്ഷെ അത് ഫസ്റ്റ് ക്യാൻഡിലിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ കണ്ടീഷൻ മാറ്റി എഴുതിയാൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ വിക്ക് ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ കൊടുത്തത്. ഇപ്പൊ ഇത് നല്ലൊരു മൂവ്മെന്റ്, ITD സിമെന്റേഷൻസ് എല്ലാവരും ഫേവറേറ്റ് സ്റ്റോക്കാണ്. ഇത് കയറി പോയണ്ടല്ലേ ഇവിടുന്ന് ആ ഒരു കണ്ടീഷനിൽ ഡൗൺ ഡിപ്പ് വന്നിട്ട് അവിടുന്ന് പോയി. അപ്പൊ അതാണെങ്കിൽ നമുക്ക് വേറെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചാൽ നമുക്ക് കൺഫേം ചെയ്യും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ MACD ക്രോസ് ഓവർ ചെയ്യുന്ന ഒരു ഏരിയയിലാണ് അത് റിവേഴ്സലായിരിക്കുന്നത്. ഇപ്പൊ MACD ക്രോസ് ഓവർ ഉണ്ടോ, ഇവിടെ വന്നു ഈ ഒരു 4 ക്യാൻഡിൽ നമുക്ക് കൺഫർമേഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് MACD ക്രോസ് ഓവറായി ജെറിന്റെ കണ്ടീഷൻസ് വരുന്നത് ഇവിടെ അപ് ട്രെൻഡിലേക്ക് പോകുന്നു പറയുന്നത്. ജെറിൻ ഉണ്ടോ അവിടെ അപ് ട്രെൻഡിലേക്ക് പോകുന്ന ഈ ഒരു കണ്ടീഷനിൽ അത് കയറിപ്പോയി. ഇതാണ് ജെറിൻ 80-100% അടിച്ച് നമ്മളെ അമ്പരിപ്പിക്കുന്ന പാറ്റേൺ. പുള്ളിയോട് ഇല്ലേ? കേക്കാവോ? ആരും അനങ്ങുന്നില്ല. കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടുള്ള ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള ഓരോ ദിവസവും ചാർട്ടുകൾ നമുക്ക് കിട്ടും. ആ ചാർട്ട് എടുത്തിട്ട് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് എടുക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ടും നമുക്ക് ഒന്നും അറിയാത്തവർക്കും ഇപ്പം സ്ക്രീനർ എഴുതുന്നതാണ് ഇതിനകത്ത് നമ്മൾ കാണിച്ചത്. ഇപ്പൊ നേരെ പണ്ടൊക്കെ ഭയങ്കര പാടായിരുന്നു ഇത് എഴുതാൻ. അത് കോഡൊക്കെ നമ്മൾ നോക്കി പഠിച്ചിട്ടൊക്കെ ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പം സിമ്പിളായിട്ട് നമുക്ക് കണ്ടീഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു പരിധി വരെ കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മളൊന്ന് നോക്കി കറക്റ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീനർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ ആണോ? നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ കണ്ടീഷൻസ് എല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരും. അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ ആണോ? ജോബിയ ക്രൈറ്റീരിയസ് ഒന്നും കൂടി ഒന്ന് കാണിക്കും ഒരു എടുക്കാനായിട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ 2 വേണ്ട, അത് ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ട് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാവുന്ന കണ്ടീഷൻസ് ആണ്. ഇത് ഓൺ ഓഫ് ബട്ടൺ ആണ്. ഇൻഡുമാർക്കോ അത് ക്ലോസിംഗ് അല്ലേ? ഇൻഡുമാർ തൊട്ട് മുമ്പത്തുള്ള ഈ ബട്ടൺ ഹൈഡ് ചെയ്യാൻ ആ ഫിൽറ്റർ സ്കാനർ ചെയ്ത് ഔട്ട് ആവും. അന്നേരം എനേബിൾ ഫിൽറ്റർ ഡിസേബിൾ ഫിൽറ്റർ ആണത്. അലൻ പറഞ്ഞത് മീറ്റ് ചെയ്യുന്നത് അതിന് താഴോട്ടുള്ള ബാക്കി ഡെയിലി ക്ലോസ് ലിസ്റ്റ് എന്നുള്ളത് വെച്ചിട്ടാ. അലൻ പറഞ്ഞതിനകത്ത് ഫസ്റ്റ് ക്യാൻഡിലിനെ കട്ട് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ക്യാൻഡിൽ വിക്ക് ഒരു ക്യാൻഡിലും കട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ഇതിനകത്ത് ഇത് താഴെയാണ് പോകുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ കട്ട് ചെയ്ത് 4 റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ 5 റെഡ് ക്യാൻഡിൽ വന്നതിന് ശേഷം റിവേഴ്സൽ ആവുന്നതാണ് കാണിച്ചേക്കുന്നത്. അല്ല, ഇപ്പൊ സ്കാൻ ചെയ്യുമ്പോൾ മുകളിലത്തെ 2 ഓഫ് ചെയ്യാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നമ്മൾ നോക്കുന്ന ഈ സ്കാനർ ഏതാണ്? ഈ സ്കാനർ താഴെ ബാക്കിയുള്ള കണ്ടീഷൻസ് നേരത്തെ 2 ഇല്ല. നേരത്തെ 2 നമ്മൾ ആദ്യം ചുമ്മാ ഇട്ടതാ. അത് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് വേണ്ടെങ്കിൽ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് വീണ്ടും സേവ് കൊടുത്താൽ മതി. സേവ് സ്കാൻ കൊടുത്താൽ മതി. സേവ് സ്കാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് കാണിക്കുമോ? ഞാനിപ്പോ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല സ്പീഡ് കാരണം. വാച്ച് ലിസ്റ്റ് നമുക്ക് വാച്ച് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഡിഫോൾട്ട് വാച്ച് ലിസ്റ്റ് ഫോർ സ്കാൻ വിഡ്ജറ്റ് ആഡ് വ്യൂ സ്റ്റോക്സ്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ടേ ഇടാം. അല്ലെങ്കിൽ എക്സൽ ഡയറക്റ്റ് നമുക്ക് ഇത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ബയോ അക്കൗണ്ട് ലിമിറ്റഡ് ട്രേഡിംഗ് വ്യൂവിൽ ചെയ്യുന്ന പോലെ അത്ര ഈസി അല്ലേ ഇതിനകത്ത് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യല്ലോ? വാച്ച് ലിസ്റ്റ് അത്ര എളുപ്പമല്ല. നമ്മള് വാച്ച് ലിസ്റ്റ് ഉള്ള സ്റ്റോക്ക് ആണെങ്കിൽ NSE മാത്രമുള്ള സ്റ്റോക്ക് അങ്ങനെ കിട്ടുമോ? കിട്ടുമല്ലോ. അല്ല, ഇതിനകത്ത് വരുന്ന മിക്കതും NSE ഉള്ളതല്ലേ. സ്റ്റോക്കിനകത്ത് നോക്കിയില്ലേ സ്കാനറിനകത്ത് വരുന്ന ഏതാ?
മിഡ് ക്യാപ്പ് ഇത് NSE-യിലുള്ള സ്റ്റോക്കുകളാണ് വരുന്നത് കൂടുതലും. NSE ആണല്ലോ ഇതെല്ലാം, NSE-യിലുള്ളതല്ലേ. ഓക്കെ, BSE സ്റ്റോക്കുകൾ ഇൻട്രാഡേ പറ്റാറില്ല, അതുകൊണ്ടാ ചോദിച്ചത്. അല്ല, BSE-യിലെ സ്റ്റോക്കുകൾ വരാറില്ല. ഇത് NSE സ്റ്റോക്കുകളാണ് വന്നത്. ഇതെല്ലാം നിഫ്റ്റിയുടെ സബ് അല്ലേ. 100, 250, 400 സ്മാൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്. ഓക്കെ. BSE ഇൻട്രാഡേ ചെയ്യാൻ പറ്റത്തില്ലേ? BSE സ്റ്റോക്കുകളിൽ ഇൻട്രാഡേ എനിക്കറിയില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. എല്ലാത്തിനും പറ്റാറില്ല, കൂടുതലും പറ്റാറില്ല. അത് മിക്ക സ്റ്റോക്കുകളും ഈ UC LC അടിക്കുന്നതും കുറച്ച് വോളറ്റൈൽ ആയിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇൻട്രാഡേ ഓഫ് ചെയ്ത് വെക്കും. ചില അത്ര വോളറ്റൈൽ അല്ലാത്ത സ്റ്റോക്കുകളിൽ മാത്രമേ ഇപ്പൊ ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ കിറ്റെക്സിലൊന്നും. അതിനൊന്നും ഇൻട്രാഡേ ഇല്ല. ഇപ്പൊ ഇതാണ് ഇതിന്റെ. പിന്നെ നമുക്ക് ഇത്രയും ക്ലിയർ ആയോ? ഹലോ, അടുത്തലോട്ട് പോട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്സിന്റെ പാറ്റേൺ വെച്ച് ഫിൽട്ടർ ചെയ്യുന്നത് വരുന്നില്ലേ? എന്താണ് വരാത്തത്? മാറ്റിയവന്മാര് നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. സ്ക്രീൻ. ഓക്കെ, ക്രിയേറ്റ് സ്കാൻ. നമ്മള് പഴയതൊക്കെ എടുത്ത് കളഞ്ഞു കുറെയൊക്കെ. ഓക്കെ, ഇനി ക്യാൻഡിൽ സ്റ്റിക്സിന്റെ ഒരു പാറ്റേൺ മീറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഡയറക്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതിൽ അടിച്ചാൽ മതി. ട്രിപ്പിൾ ടോപ്പ് ഏതൊക്കെ ആണ് 13 വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. ട്രിപ്പിൾ ബോട്ടം ഉള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിച്ചത് കിട്ടും. ഡബിൾ ടോപ്പ് ഉള്ള സ്റ്റോക്ക് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ ഓവർ ബോട്ട് RSIയുടെ കണ്ടീഷൻ വെച്ചിട്ട് ഓവർ ബോട്ട് കണ്ടീഷനിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഓവർ സോൾഡ് കണ്ടീഷനുള്ള ഡയറക്റ്റ് നമുക്കിവിടെ കിട്ടും. വോളിയം ഷോക്കേഴ്സ്, ഇപ്പോൾ വോളിയം ക്രമാതീതമായിട്ട് വോളിയം വന്നിട്ടുള്ള സ്റ്റോക്കുകളാണെങ്കിൽ ഇവിടെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതും ഇവിടുന്ന് കിട്ടും. ഇവിടെ കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ജോബി ഇതെടുക്കുന്നത് മനസ്സിലായില്ല. ഇതെടുക്കുന്നത് എനിക്ക് എവിടെയാണ് സെർച്ച് ചെയ്യണെന്ന് മനസ്സിലായില്ല. നമ്മള് നമ്പേഴ്സ് കൊടുക്കാണ്ട് സെർച്ച് ചെയ്യണില്ലേ നമ്മളുടെ ഇത് മാത്രം വെച്ചിട്ട്? അതെവിടെയാണെന്ന് മനസ്സിലായില്ല. ഇത് ഓൾഡ് സ്ക്രീനർ ഓൾഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ഡേ സ്കാനർ ആണിത്. ഈ പാറ്റേൺസ് ഫോം ചെയ്തിട്ടുള്ള സ്കാനർ, ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഫോം ചെയ്തിട്ടുള്ള സ്കാനർ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇത് ക്യാൻഡിൽ സ്റ്റിക്സ്, ഇത് RSIയുടെ കണ്ടീഷൻസ്. ഇപ്പൊ RSI ഓവർബോട്ട് ആണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. RSI ബോട്ട് ദ നെയിം സാസ് ഷോർലി ഓവർബോട്ട് ദാറ്റ് ക്യാൻ ബി സം പ്രോഫിറ്റ് ബുക്കിംഗ് ട്രാക്ക്ഡ് RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഹാസ് ബീൻ 100 above. അതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഓവർ സോൾഡ് കണ്ടീഷൻ ആണെങ്കിൽ അത് വരും. അപ്പൊ അത് ഷോർട്ട് കട്ടിൽ നമുക്ക് ജസ്റ്റ് ക്യാൻഡിൽ സ്റ്റിക്സ് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് നോക്കാം. വെർജിൻ CPR ചെയ്യാൻ പറ്റും. CPR-ന്റെ കണ്ടീഷൻസ് ഇങ്ങനെ നോക്കണം സന്ദീപ്, ഞാനത് നോക്കിയിട്ടില്ല. പറ്റത്തില്ല അല്ലെ? ഫണ്ടമെന്റൽസ് നോക്കിയൊന്നും പറ്റില്ല. ഫണ്ടമെന്റൽ പറ്റും, ഫണ്ടമെന്റൽ കണ്ടീഷൻസ് കൊടുക്കാം. ഓക്കെ, ഫണ്ടമെന്റൽ കണ്ടീഷൻസും കൊടുത്തിട്ട് നമുക്ക് ക്രിയേറ്റ് സ്കാൻ. ഇപ്പോൾ സന്ദീപ് പറഞ്ഞ CPR അല്ല, ഫണ്ടമെന്റൽ അല്ലേ? P റേഷ്യോ ലെസ്
P less than ratio അല്ലല്ലോ, P less than 50. Quarterly close daily total number divided by the daily sum net profitable after tax less than 50. അതിന്റെ ഒരു ഫോം പ്രൈസ് ടു ഏണിംഗ് അല്ലേ? ഓക്കെ, അത് തന്നെ പ്രൈസ് ടു ഏണിംഗ്. അത് ഇതുപോലെ കണ്ടീഷൻസ് നേരത്തെ ഇത് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ, ഇത് നമ്മുടെ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രം നമുക്ക് അത് ഇട്ടിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഡയറക്റ്റ് നമുക്ക് കൊടുക്കുന്നത് കിട്ടും. അപ്പം ഡെപ്റ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ 1, ഡെപ്റ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ 1 ഇതാ വന്ന് ഇയർലി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലെസ് ദാൻ നമ്പർ 1. പിന്നെന്തോ കണ്ടീഷൻസ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഹയർ ദാൻ പ്രീവിയസ് ഇയർ. സിമ്പിൾ ലാംഗ്വേജ് അടിച്ചു കൊടുത്താൽ മതി. അതൊരു AI ടൂളാണ് അവരിട്ടേക്കുന്നത്. അതിപ്പം അതിനകത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടും. പ്രോഫിറ്റ് ഹയർ ദാൻ പ്രീവിയസ് ഇയർ ഇട്ട് നോക്കും. OPM ആയിരിക്കും. ഇൻക്രീസിങ് കൊടുത്തു നോക്കാം, കൊടുക്കുന്ന കണ്ടീഷൻ കിട്ടും. ഇൻക്രീസിങ് സെയിൽസ്, ഇൻക്രീസിങ് നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് 3 years. നോക്കാം വരുമെന്ന്. ഒന്നല്ലോ ഇയർലി നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ടഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2 years ലാസ്റ്റ് 3 yearsന്റെ അടുത്ത് കമ്പയർ ചെയ്തിട്ട് കിട്ടും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തേക്കണം അത് കറക്റ്റാണ്. റൺ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്കാൻ ഉണ്ടെങ്കിൽ വരും. ഓക്കെ, ഡൗട്ടുള്ളത് ജോബിച്ചായനോട് ചോദിക്കണം കേട്ടോ. അവിടെ ചില ആൾക്കാർ കൈ ഉയർത്തുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായി ചോദിക്കണേ. മാജിക് ഫിൽറ്റർ എവിടെയാ കിട്ടണേ? അത് കണ്ടില്ല നോക്കിയിട്ട്. ആഡിറ്റ് മാജിക് ഫിൽറ്റർ, മാജിക് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ, അത് എവിടെയാ, എങ്ങനെയാ ക്രിയേറ്റ് സ്കാൻ കൊടുത്താൽ മതി. ഇവിടെ മേളിൽ വരുന്നുണ്ട്, വരുന്നുണ്ട് അല്ലേ? ക്രിയേറ്റ് സ്കാൻ ഇവിടുന്ന് എടുക്കാം. ഡാഷ്ബോർഡിൽ സ്കാൻ നമ്മുടെ ഈ സ്കാൻ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ ഏറ്റവും അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ സ്ക്രീനർ വരും. ഇത് രണ്ടും ഒന്നാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ് ഡാഷ്ബോർഡ്. ഇൻട്രാഡേ ബൈ ഉള്ള നമ്മുടെ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്യാം. ഇതുപോലെ നമുക്ക് കണ്ടീഷൻസ് ഇട്ട് പ്രൈസ്, ഇപ്പൊ ഇതിപ്പോ ഇൻട്രാഡേ ലോ ടു ഹൈ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണിത്. ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടേക്കാണ്. അപ്പൊ ഇതിനകത്ത് ഇൻട്രാഡേ പെർസെന്റേജ് ഓഫ് ചേഞ്ച് 3.2, പ്രൈസ് പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, 52 വീക്ക് ഹൈ, 52 വീക്ക് ലോ, പെർസെന്റേജ് ടു 52 വീക്ക് ലോ, 52 വീക്ക് ഹൈ. അതായത് 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 286 ആണ്. ഇനി 52 വീക്ക് ഹൈയിലേക്ക് എത്താൻ എത്ര പെർസെന്റേജ് ബാക്കിയുണ്ട്? അത് 16%. അതായത് 286 ആണ്. നമ്മളിപ്പോ 237 നിൽക്കുന്നത്. അപ്പൊ നിയർ 52 വീക്ക്. അപ്പൊ 52 വീക്ക് ബ്രേക്ക് ചെയ്യാൻ എത്താറായോ ഇല്ല നമുക്കറിയാൻ പറ്റും. അതായത് ഇൻട്രാഡേ ലോ ടു ഹൈ എന്നുള്ള കൺസെപ്റ്റ് അത്. പിന്നെ വോളിയം, ഇൻക്രീസ് ഇൻ വോളിയം പെർസെന്റേജ്. ഇൻക്രീസ് ഇൻ വോളിയം എവറി 5 minutes അങ്ങനെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് RSA വാല്യൂ, കറണ്ട് RSA വാല്യൂ, ADX വാല്യൂ, ATR വാല്യൂ. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഇപ്പൊ ഏത് വാല്യൂ ആണ്, ഇപ്പം ബോളിഞ്ചർ ബാൻഡ് വാല്യൂ ആണോ അല്ലെങ്കിൽ EMIയുടെ വാല്യൂ ആണോ, ഏതിലാണ് നമുക്ക് അറിയേണ്ടത്, EMI വാല്യൂ എത്രയാണ്, ഇത് അറിയണമെങ്കിൽ നമ്മളിവിടെ ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സ്ക്രീനിൽ കാണുന്ന മാതിരി നമുക്ക് എല്ലാ വാല്യൂസും വിസിബിൾ ആയിട്ട് കാണും. സ്റ്റോക്കുകൾ നമുക്ക് ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് വരികയും ചെയ്യും. ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ചാർട്ടും കാണുകയും ചെയ്യാം. ഇതാണ് ഈ ഡാഷ്ബോർഡിന്റെ ഗുണം. ഈ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ആണെങ്കിൽ പ്രീമിയം വേർഷൻ വേണം. ഇത് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇതുപോലെ നമുക്ക് പല കണ്ടീഷനിലുള്ള, ഇപ്പൊ ബുള്ളിഷ് ബ്രേക്ക്ഔട്ടിന്റെ കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് എന്താണ് കൊറി എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ നോക്കാം. ഇതാണ് കൊറി. ഇവിടെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല മാജിക് ഫിൽറ്റർ ഉണ്ടെന്ന്.
ഇവിടെ നമ്മൾ തന്നെ എഴുതിയേ പറ്റും. ഇവിടെ മാജിക് ഫിൽറ്റർ വന്നിട്ടില്ല. ഇല്ലെങ്കിൽ അവിടെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു കണ്ടീഷൻ അവിടെ നടക്കത്തുള്ളൂ. അല്ല അവിടെ ചെയ്തിട്ട് ഇവിടെ നോക്കി ഇവിടെ ഇങ്ങോട്ട് മാറ്റിയാലും മതി. അവിടെ മാജിക് ഫിൽറ്റർ റൺ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ ഡെയിലി ക്ലോസ് മൈനസ് 1 day ago ക്ലോസ് ഡിവൈഡ് ബൈ 1 day ago ക്ലോസ് ഇൻറ്റു 100. ഇത് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ആണ് ഈ കണ്ടീഷൻ. അപ്പൊ ഞാൻ അവിടെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. ഇതാണ് ഫിൽട്ടർ. ഓക്കെ, ഇതാണ് അത്. ഇത് ഡിസ്പ്ലേ വാല്യൂസ്. ഇപ്പൊ ആ ഡിസ്പ്ലേയിൽ കണ്ടതിന്റെ കണ്ടീഷൻസ് ആണ് ഇത്. എന്താണ് അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്? ഡെയിലി ക്ലോസ് ആണ് പ്രൈസ്. ഡെയിലി ഹൈ എന്ന് പറയുന്നതാണ് PDH ഹൈ, 1 day ago ഹൈ. അതായത് ഇന്നലത്തെ ഹൈ ആണ് PDH ആയിട്ട് കൊടുത്തേക്കുന്നത്. 1 day ago ലോ, ഇന്നലത്തെ ലോ ആണ് PDL കൊടുത്തേക്കുന്നത്. ഇയർലി ഹൈ ആണ് 52 week ഹൈ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇയർലി ഹൈ മൈനസ് ഡെയിലി ക്ലോസ് ഡിവൈഡ് ബൈ ഇയർലി ഹൈ ഇൻറ്റു നമ്പർ ഓഫ് 100. ദാറ്റ് ഈസ് എത്ര പെർസെൻറ്റേജ് 52 വീക്കിന് എത്താൻ ഇനി ബാക്കിയുണ്ടെന്നുള്ള കാൽക്കുലേഷൻ ചെയ്തേക്കുവാണ്. പിന്നെ ഡെയിലി വോളിയം മൈനസ് 1 day വോളിയം. അതായത് ഇന്നലത്തെ വോളിയത്തിൽ നിന്ന് ഇന്നത്തെ വോളിയത്തിൽ നിന്ന് ഇന്നലത്തെ വോളിയം കുറച്ചു. അപ്പം എനിക്ക് ആ ചേഞ്ച് ഇൻ വോളിയം, ഇന്നലത്തെ വോളിയം ഇന്നത്തേനകത്തുള്ള ചേഞ്ച് ഇൻ വോളിയം കിട്ടും. അത് ഇൻക്രീസ് ഇൻ വോളിയം. പിന്നെ ഡെയിലി വോളിയം മൈനസ് 1 day ago വോളിയം. ഇന്നത്തെ വോളിയം മൈനസ് പ്രീവിയസ് ഡേ വോളിയം ഡിവൈഡ് ബൈ പ്രീവിയസ് ഡേ വോളിയം ഇൻറ്റു 100. അതായത് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ വോളിയം. അതായത് ഇന്ന് എത്ര പെർസെൻറ്റേജ് ഇന്നലത്തെ വോളിയത്തെ ബേസ് ചെയ്തിട്ട് ഇന്ന് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയെന്ന് അറിയാൻ വേണ്ടി. ഇത് RSI. അതുപോലെ ITR എല്ലാം കൊടുക്കാം. ATR കൊടുക്കാം. ഈ കാണുന്നത് ഇനി ഫിൽട്ടർ RSI ക്ലോസ്ഡ് അബോവ് 60. RSI അബോവ് 60ക്ക് അബോവ് ക്ലോസ് ചെയ്തിരിക്കണം. ഡെയിലി RSI ലെസ് ദാൻ 75. ഡെയിലി RSI 14 ഗ്രേറ്റർ ദാൻ 1 day ago RSI. ഇന്നലത്തെ RSI ഒക്കെ ഇന്നത്തെ RSI കൂടുതലായിരിക്കണം. ഇനി സ്റ്റൊക്കാസ്റ്റിക് RSI ഗ്രേറ്റർ ദാൻ 60. സ്റ്റൊക്കാസ്റ്റിക്കും 60 മേളിലായിരിക്കണം. വോളിയം ഗ്രേറ്റർ ദാൻ 1 day ago വോളിയം. ഇനി ഡെയിലി വോളിയം ഗ്രേറ്റർ ദാൻ എത്ര? 100,000, 1 million. 1 million മേളിൽ വോളിയം ഉണ്ടായിരിക്കണം. അതായത് ഹൈ വോളിയം ആയിരിക്കണം. ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അപ്പർ ബോളിഞ്ചർ ബാൻഡ്. അപ്പർ ബോളിഞ്ചർ ബാൻഡ് ബ്രേക്ക് ചെയ്യുന്ന ടച്ച് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കണം. അത് ഗ്രേറ്റർ ദാൻ ബ്രേക്ക് ചെയ്തിരിക്കണം. അപ്പർ ഇന്നത്തെ ക്ലോസ് അല്ലെങ്കിൽ ആ കറണ്ട് ടൈമിലെ ക്ലോസ് ഇത് അപ്പർ ബോളിഞ്ചർ ബാൻഡ് ക്ലോസ് ചെയ്തിരിക്കണം. ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ നമ്പർ 100. നമ്പർ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറണ്ട് മാർക്കറ്റ് വാല്യൂ 100 above ഉള്ള സ്റ്റോക്കുകൾ ഡിസ്പ്ലേ ചെയ്യാനാണ്. റൺ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ഈ കാണുന്നത്. ഇത് കുറച്ച് അധ്വാനം വേണ്ട പണിയാണ്. കുറച്ചിരുന്ന് ഭ്രാന്ത് പിടിച്ചിരുന്ന് ചെയ്യണം. പിന്നെ ഈ കളറൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇവിടെ ഗ്രൂപ്പ് ചെയ്യാം, സോർട്ട് ചെയ്യാം. ഇവിടെ ആദ്യം പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് കളേഴ്സ് കൊടുക്കാം. കളറൊക്കെ ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഇവിടെ നമുക്ക് നോട്ട് കൊടുക്കാം, കമന്റ് കൊടുക്കാം, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഇതിനകത്ത്. ഈ കളർ കണ്ട് ഇവിടെ ഇതിലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലായോ? എനിക്ക് തോന്നുന്ന ആൾക്ക് മനസ്സിലായി കാണത്തില്ലെന്ന്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് പണിയാണ്. ഇനി നമ്മൾ ടേബിൾ അല്ലേ കണ്ടത്? ടേബിൾ അല്ല നമുക്ക് ഇതിനകത്ത് ഡെലിവറി വോളിയം ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ? ഡെലിവറി വോളിയം നോക്കാം, ചെയ്യാൻ പറ്റും. എൻഡ് ഓഫ് ഡേ കിട്ടത്തോളം തോന്നുന്നു. പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 6-7 മാസത്തിന് ശേഷം ഇന്ന് തുറക്കുന്നത് തന്നെ. ഞാൻ ഡെലിവറി വോളിയത്തിന് കൊറിയ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ കോണ്ടാക്ട് സപ്പോർട്ടർ ആണ് കാണിച്ചത്. പ്രീവിയസ് ഡേറ്റ വെച്ചിട്ടായാലും ഡെലിവറി വോളിയം ഇട്ട് നോക്കാം, എനിക്കറിയില്ല. ഇൻക്രീസ് ഇൻ വോളിയം കിട്ടും. ഇല്ല, ഡെലിവറി വോളിയം ഇല്ല. ഇനി ഡെലിവറി വോളിയത്തിന് വേറെ വല്ല വേർഡുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് ഡൗട്ടുണ്ടോ? ചോദിച്ചേട്ടാ, ഇതിന്റെ ഒരു യൂസർ മാനുവൽ ഇല്ലേ? ആ പേജിൽ കയറിയിട്ട് സെർച്ച് ഡെലിവറി എന്ന് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ കിട്ടും ഉണ്ടെങ്കിൽ. വോളിയത്തിന്റെ ടൈപ്സ് നോക്കാം. വോളിയത്തിന്റെ ടൈപ്സ് നോക്കുമ്പോൾ അറിയാമല്ലോ. വോളിയം, ഡെലിവറി വോളിയം, OBV, ഓൺ ബാലൻസ് വോളിയം. ഓൺ ബാലൻസ് വോളിയം എന്താണെന്ന്
ഇവിടെ നോക്കാം. എക്സ്പ്ലെയിൻ ഓൺ ബാലൻസ് വോളിയം എന്താണെങ്കിലും സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന സൈഡിൽ വരെ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് ഓൺ ഡെലിവറി on the daily on balance volume indicates the cumulative buying and selling pressure of the stock. Rising OBV suggests that stock is experiencing more buying volume than selling volume. അതല്ല ഡെലിവറി വോളിയം ഇല്ല ബ്രോ. എനിക്ക് തോന്നുന്നു ഡെലിവറി വോളിയം ഇതിനകത്ത് വരാത്ത ഡെലിവറി വോളിയം റിയൽ ടൈം ഡേറ്റ അല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. അത് എൻഡ് ഓഫ് ഡേയിൽ മാത്രമല്ല അപ്ഡേറ്റ് ആവത്തുള്ളൂ, അതുകൊണ്ടായിരിക്കും അവരത് കൺസിഡർ ചെയ്യാത്തത്. പിന്നെ അവർക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് റിസർച്ച് ചെയ്തിട്ട് ആഡ് ചെയ്ത് തരും. അവര് F&D കണ്ടിന്യൂസ് R&D നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. നമുക്കുള്ള കൊറീസ് കൊടുത്തു കഴിഞ്ഞാൽ അവര് റിപ്ലൈ ചെയ്തിട്ട് ചെയ്തു തരും യൂഷ്വലി. അതില് ഡെലിവറബിൾ ക്വാണ്ടിറ്റി വരുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, ഞാൻ ഇതോടെ ഒന്ന് പറഞ്ഞിട്ടോ. ഇതിലിപ്പം നമ്മൾ നേരത്തെ കണ്ട ടേബിൾ ആണ്. ഇനി ടേബിൾ വേണ്ട, നമുക്ക് ഇതുപോലെ ബാർ ചാർട്ട്, പൈ ചാർട്ട്, കണക്കൊക്കെ പഠിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാണുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം ഇതിന്റെ വ്യൂ. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രേഡ് പെർസെന്റേജ് ചേഞ്ചിന്റെ ഇതിനനുസരിച്ച് അത് ഇത് കൊടുത്തത് 2.41% ആണ് സുപ്രീം ഇൻഡസ്ട്രീസ്, 5.1 ഹിന്ദു ഗ്രൂപ്പ്, 3.25% HDFC ലൈഫ്, 3.62. ഈ ഫിൽട്ടർ വന്ന RSI വോളിയം പ്രൈസ് ഫിൽട്ടർ വന്ന സാധനത്തിന്റെ ഇതാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇതാണ് പെർസെന്റേജ് കൊടുത്തേക്കുന്നത്, പെർസെന്റേജ് ഓഫ് ചേഞ്ച്. ഇപ്പം ഏഞ്ചൽ 1 ആയിരുന്നു ഇന്നലെ ടോപ്പിൽ തന്നെ. അപ്പൊ അത് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോ നെഗറ്റീവ് പോകണമെങ്കിൽ ഈ സൈഡിലേക്ക് വരും, -2.4. അപ്പൊ നമ്മുടെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നാരോ CPR, നേരത്തെ സന്ദീപ് ചോദിച്ച CPRന്റെ കണ്ടീഷൻ പറ്റുമെന്ന്. നാരോ CPR ഉള്ള സ്റ്റോക്കാണ് ഈ കൊടുത്തേക്കുന്നത്. രാവിലെ 9 രൂപ റൺ ചെയ്ത് കഴിഞ്ഞാൽ നാരോ CPR ഉള്ള സ്റ്റോക്കുകൾ. അപ്പൊ നാരോ CPRന്റെ കണ്ടീഷൻ എന്താണെന്ന് ഇവിടെ നോക്കാം. കണ്ടോ, ഇതാണ് നാരോ CPRന്റെ കണ്ടീഷൻസ്. അപ്പൊ ഇതുപോലെ നമ്മൾ അവിടെ മാജിക് ഫിൽട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നാരോ CPR ഉള്ള ഏതൊക്കെ സ്റ്റോക്കാണെന്ന് ഫിൽട്ടർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോക്കുകൾ കിട്ടും. നാരോ CPR ഉള്ള സ്റ്റോക്കുകളാകുമ്പോൾ ഒരു ഡയറക്ഷനിൽ ട്രെൻഡിങ് ആയിരിക്കും എന്നാണ് വിശ്വാസം. അപ്പൊ അത് അപ്പും ആവാം ഡൗണും ആവാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ചില്ലറ ഒന്നും ഇല്ല, അതുകൊണ്ടോ ഒരേ ഡയറക്ഷനിൽ തന്നെ നല്ല മൂവ്മെന്റ് എടുത്ത് 2%, 3%, ഡൗൺ ആയാൽ തന്നെ -2. അപ്പൊ നാരോ വരുന്നത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നല്ല രീതിയിൽ പോകും. അത് ഏത് അപ്പ് ആവാം ഏത് ഡൗൺ ആവാം. പിന്നെ CPR തന്നെ നാരോ പ്രീവിയസ് ഡേ CPRന്റെ മുകളിലാണ് വരുന്നതെങ്കിൽ അത് അപ് ട്രെൻഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ CPR തന്നെ വലിയൊരു സബ്ജക്റ്റ് ആണ്. എനിക്ക് സന്ദീപ് ഒക്കെ അതിനകത്ത് എക്സ്പെർട്ട് ആണ്. സന്ദീപ് ഒരു ദിവസം ക്ലാസ് എടുക്കുന്നതായിരിക്കും എല്ലാവർക്കും. ഫസ്റ്റ് 30 മിനിറ്റ് ബ്രേക്ക്ഔട്ട് കിട്ടണ്ടേ, IB ബ്രേക്ക്ഔട്ട് കിട്ടണ്ടേ? അങ്ങനെ അതിനെ കുറിച്ച് സന്ദീപ് നമുക്ക് ക്ലാസ് എടുക്കുന്നതായിരിക്കും. എനിക്ക് അതിനകത്ത് നല്ല പിടിയില്ല. സന്ദീപിന് R3 റിവേഴ്സ് വരണം, അപ്പോഴേ സന്ദീപ് എടുക്കുള്ളൂ. അതാ എനിക്കറിയാം. സന്ദീപ് ഇതിന്റെ സെല്ലിന്റെ ആളല്ലേ, ഷോർട്ടിങ് തോന്നുന്നു. ഷോർട്ടിങ് അങ്ങനെയാണ്. R3 റിവേഴ്സ് വന്ന് വീണ്ടും പോയി എടുക്കുമ്പോ അങ്ങനെയൊക്കെയാ അവരുടെ എടുക്കുക. ഓക്കെ, ഇത് NR7 എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ്. അതെന്ന് പറഞ്ഞാൽ 7 ദിവസത്തെ ക്യാൻഡിൽ ഒബ്സർവ് ചെയ്തിട്ട് എടുക്കുന്ന അതാണ്. ഫറ്റാഫട്ട് സ്ക്രീനർ എന്നും പറഞ്ഞ ഒരെണ്ണുണ്ട്, അതിൽ കിട്ടും NR7 NR4 കമ്പനി NR4 അല്ല, മിക്ക ഈവൻ ജിയോജിത്തിലും ഉണ്ട്. ജിയോജിത്ത് ബ്രോക്കറിന്റെ ഇതിനകത്തും ഫിൽട്ടർ സ്ക്രീനർ വരാറുണ്ട് NR7 NR4 ഒക്കെ. പക്ഷെ അത് അത്രത്തോളം സക്സസ്, ബുള്ളിഷ് മാർക്കറ്റ് സക്സസ് ആണ്, ബെയറിഷ് മാർക്കറ്റിൽ സക്സസ് അല്ല. ട്രെൻഡിങ് മാർക്കറ്റില് അത് IB ബ്രേക്ക്ഔട്ട് കിട്ടുമ്പോ കുഴപ്പമില്ല. IB ആൻഡ് VWAP കൂടെ നോക്കുമ്പോ ഭയങ്കര ക്ഷമ വേണം. അതെ, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് നമുക്ക് ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞ ഓൾ ടെക്നിക്കൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ഫിൽട്ടർ സ്ക്രീനറിനകത്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് പ്രോഗ്രാം എഴുതി ഇതുപോലെ ചെയ്യാൻ നമുക്ക് പറ്റും. നമുക്ക് ആ ഒരു കണ്ടീഷൻ, ആ ഒരു പ്രോസസ്, ഒരു ഇൻഡിക്കേറ്ററിന്റെ ബാക്ക് എൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് എഴുതാൻ പറ്റും. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ഓരോ ഇൻഡിക്കേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിന്റെ കണ്ടീഷൻസ് എന്താണ്, അതിന്റെ ഓരോ ലൈനും എന്താണ്, ഏത് വാല്യൂ ആണെന്നൊക്കെ അതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഈ വാല്യൂസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഇതെല്ലാം ഒരു പുക പോലെ ഉണ്ട്.
അപ്പൊ ഈ ഡാഷ്ബോർഡ് വേണമെങ്കിൽ പെയ്ഡ് വെർഷൻ ആണ്. അപ്പം ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള പരിപാടികൾ. ഇനി അതോ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. ഇത് ഇത്രയും ക്ലിയർ ആയോ? ഡൗട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അറിയാമെങ്കിലല്ലേ ഡൗട്ട് ചോദിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും മനസ്സിലായി. അല്ല, ഇപ്പൊ തൽക്കാലം പഠിക്കാൻ വേണ്ടി മാജിക് ഫിൽറ്ററിൽ നമുക്ക് അറിയാവുന്ന ക്വറി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡെവലപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക, അങ്ങനെ ചെയ്ത് പോവുക. അങ്ങനെ പല പല കണ്ടീഷൻസ്. ഇപ്പൊ ഓരോരുത്തരും പറയുന്ന കണ്ടീഷൻ ഞാനിവിടെ വരുന്ന എല്ലാവരുടെയും ഒക്കെ ഇട്ട് നോക്കാറുണ്ട്. ഇവിടെ പേരൊക്കെ കാണാം, മനോജ് ഭായ്, ജെറിന്റെ ഒക്കെ പേരുണ്ട് അവിടെ. എല്ലാരും പറയുന്നതൊക്കെ ഞാൻ ട്രയൽ ചെയ്ത് നോക്കാറുണ്ട്. ജെറിൻ, എല്ലാവരുടെയും പേരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇതുപോലെ ഇട്ട് നോക്കുക. ഇത് ഡാഷ്ബോർഡ്. പിന്നെ ഇനി എന്തോ ഒന്നുകൂടെ പറയാനുണ്ട്. ഇതുവരെ എല്ലാം ക്ലിയർ ആണോ? എത്ര പേരുണ്ട്? എനിക്കറിയാം. എല്ലാവരും പോയോ? 32 42 അല്ലേ? ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഈസി വഴിയുണ്ടോ? ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ബാക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടുമല്ലോ, നിങ്ങളുടെ എടുത്ത് നോക്കുക. ബാക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എക്സലിൽ ഇട്ട് നോക്കാം. ഇത് അതാരെ ജെറിനാണോ ചോദിച്ചേ? അതെ അതെ. അപ്പൊ ബാക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിൽറ്റർ സേവ് ഇടും. അപ്പൊ നിങ്ങളുടെ ഫിൽറ്റർ ഉള്ള സ്റ്റോക്കുകൾ, അതിന് താഴെ ബാക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഹിസ്റ്ററി എന്ന് പറഞ്ഞ സാധനം വരും. ഇതിനകത്ത് ചെന്ന് നമുക്ക് ഡയറക്റ്റ് വേണം എക്സലിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എക്സലിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്താണ് ആ സ്റ്റോക്ക് അപ്പിയർ ചെയ്യുന്നുള്ള ടൈം ഉൾപ്പെടെ നമുക്ക് കിട്ടും. ഓക്കെ, എക്സല്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക്, പർട്ടിക്കുലർ സ്റ്റോക്ക് കിട്ടും. ആ സ്റ്റോക്കിന്റെ വരും, ചാർട്ട് ഓപ്പൺ ആക്കാം. ആ ചാർട്ടില് ഈ കൃത്യമായിട്ട് അവര് യെല്ലോ കളർ കാണിക്കും. ഈ യെല്ലോ കളർ കാണിക്കുന്നതാണ് നമ്മുടെ കണ്ടീഷൻസ് 100% മീറ്റ് ആയത്. അതായത് നമ്മുടെ കൊടുത്ത കണ്ടീഷൻസ് 100% മീറ്റ് ആയ ലൊക്കേഷനാണ് ഇത്. അത് ആ പർട്ടിക്കുലർ ഡേയിലായിരിക്കും. കണ്ടോ, നമ്മൾ കൊടുത്ത കണ്ടീഷൻസ് കൃത്യമായിട്ട് ഇവിടെ മീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ MACD ആയാലും എൽഡർ ഫോഴ്സ് ആയാലും എന്ത് വേണമെങ്കിലും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന ദിവസം ഇതുപോലെ യെല്ലോ കാണിക്കും. അപ്പൊ ഇതാണ് ഓരോന്നും ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ചാർട്ടിൽ വേറെ എപ്പോഴൊക്കെ അത് സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും, ഹിസ്റ്ററി. അപ്പൊ നമുക്ക് ആ ദിവസത്തെ മാത്രമല്ല, പ്രീവിയസ്ലി എപ്പോഴൊക്കെ ആ കണ്ടീഷൻ ഒക്കർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഇതുപോലെ യെല്ലോയിൽ കാണിക്കും. വേറെ സോഡിയ ക്ലോത്ത് ഉണ്ട്. നിങ്ങളുടെ കണ്ടീഷനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ പറന്നൊക്കെ മേലോട്ട് പോയി. 1 2 3 4 ക്യാൻഡിലൊക്കെ ഇവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെയും കണ്ടോ നല്ല പോയിട്ടുണ്ട് നല്ലതായിട്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ബാക്ക് ടെസ്റ്റ് റിസൾട്ട് എടുത്ത് നോക്കാം. ഓപ്ഷൻ ആണ്. അതായത് ഇപ്പൊ ഞാനിപ്പോ ആദ്യം പറഞ്ഞ നാരോ CPRന്റെ കാര്യം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഈ നാരോ CPRന്റെ സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ആ ലിസ്റ്റ് പ്രകാരം ബ്രേക്ക്ഔട്ട് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റണം. അപ്പൊ അതിനായിട്ട് തലേദിവസം ലിസ്റ്റൊക്കെ ഞാൻ എഴുതി വെക്കാറും ട്രേഡിംഗ് വ്യൂലൊക്കെ ആഡ് ചെയ്തിടാറുണ്ട് നാരോ CPRന്റെ ലിസ്റ്റ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ശക്തമായിട്ട് മൂവ് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അത് ആഡ് ചെയ്തിടുന്നത്. പക്ഷെ പെട്ടെന്ന് നമുക്ക് പോയി ഈ ചാറ്റിംഗ് എടുത്ത് നോക്കി കഴിയുമ്പോൾ അവിടെ കിട്ടുമെന്ന് അറിയാൻ പറ്റുമോ പെട്ടെന്ന് തന്നെ? പെട്ടെന്ന് തന്നെ അറിയാന്ന് വെച്ചാൽ നാരോ CPRന്റെ സ്റ്റോക്ക് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ആ കണ്ടീഷൻ കൂടാതെ അടുത്ത രാവിലത്തെ ദിവസത്തിൽ വേറെന്ത് കണ്ടീഷൻ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് R3 റിജക്ട് ഒരു സൈഡിലായിട്ട് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അറിയണം. പ്രീവിയസ് ഡേ ഹൈ പോവോ, പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാല് ആ പർട്ടിക്കുലർ ടൈമില് അത് വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലർട്ട് കിട്ടും ഇവിടെ. അല്ല, രണ്ട് സൈഡിലായിട്ടും അത് രണ്ട് സൈഡിലായിട്ട് ശക്തിയായിട്ട് അത് പോവാം. അപ്പൊ അത് എന്താ എഴുതി കൊടുക്കേണ്ടത് ശരിക്കും അതാ ഞാൻ ചോദിച്ചത്. IB ബ്രേക്ക്ഔട്ട് നല്ലതാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ നാരോ CPR കണ്ടീഷൻ ഡാഷ്ബോർഡ് എടുത്തിടുക. ഡാഷ്ബോർഡ് എടുത്തിട്ട് നിങ്ങൾക്ക് റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്യാം. മോണിറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഈ ഡാഷ്ബോർഡിലെ ഈ ഡാഷ്ബോർഡിൽ എടുത്തിടുക. ഈ ഡാഷ്ബോർഡിൽ എടുത്തിട്ട് കഴിഞ്ഞ് ഈ ടേബിൾ നോക്കിയിരുന്നാൽ മതി. നിങ്ങൾക്ക് R3യുടെ ഇവൻ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് വാല്യൂസ് കൊടുക്കണം. R1 R2 എല്ലാം കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് എങ്ങോട്ടാണ് നീങ്ങിയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ ചാർട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാം. ഓക്കെ, കഷ്ടപ്പാടല്ലേ? അല്ല, ഇത് ക്രിയേറ്റ് അല്ല, അവിടെ മാജിക് ഫിൽറ്റർ കിട്ടുന്ന ഇവിടെ കോപ്പി ചെയ്തിട്ട് കോളം സെറ്റ് ചെയ്താൽ മാത്രം മതി.
അല്ല ഇപ്പൊ ഞാനേ കഴിഞ്ഞ ദിവസം ഈ ഇതുണ്ടായില്ലേ ബോളിഞ്ചർ ബാൻഡ് ബ്രേക്ക്ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അത് പെട്ടെന്ന് കയറി നോക്കിയപ്പോൾ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതേപോലെ പറ്റുമെന്ന് ചോദിച്ചത്. വേറെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി തലേന്നെല്ലാം റെഡിയാക്കി വെക്കുമല്ലോ സ്റ്റോക്ക് എല്ലാം. എന്നിട്ട് ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് അലർട്ട് സെറ്റ് ചെയ്യുക. ഇന്ന സ്റ്റോക്ക് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അലർട്ട് തരാൻ വേണ്ടി കൃത്യമായിട്ട് ഏത് സ്റ്റോക്കൊക്കെയാന്ന് വെച്ചാൽ എല്ലാ സ്റ്റോക്കിന്റെ അലർട്ട് വരും നിങ്ങൾക്ക്. മേലോട്ട് കട്ട് ചെയ്ത് ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്ക് അലർട്ട് സെറ്റ് ചെയ്യാം. ട്രേഡിംഗ് വ്യൂവിന് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല അല്ലേ? ഇല്ലില്ല. അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് അലർട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഏത് ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് അലർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ലെവൽ വരുമ്പോൾ നമുക്ക് അലർട്ട് കിട്ടും ട്രേഡിംഗ് വ്യൂന്ന്. താഴോട്ടാണെങ്കിൽ രണ്ട് സൈഡിൽ നമുക്ക് ഇട്ട് വെക്കാം. താഴോട്ട് പോകാൻ താഴെ അലർട്ട് കിട്ടും, മേലോട്ട് മേലോട്ട്. ഇവൻ EMA ക്രോസ് ഓവർ ഇട്ടാലും നമുക്ക് അലർട്ട് കിട്ടും. അല്ലെങ്കിൽ വിവാപ്പ് ക്രോസ് ഓവർ പ്രൈസ് കിട്ടണം, RSI ഇത്ര വരുമ്പോൾ അലർട്ട് കിട്ടണമെന്ന് പറഞ്ഞാലും കിട്ടും. ഏത് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ട്രേഡിംഗ് വ്യൂ വേണമെങ്കിൽ അലർട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഫിൽറ്റർ ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്താൽ മതി. ഫിൽറ്റർ ചെയ്തിട്ട് ആ ചാർട്ടിലെല്ലാം അലർട്ട് സെറ്റ് ചെയ്തിട്ടാൽ മതി. അല്ല ഇപ്പൊ ഗ്രോ ആപ്പിൽ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സോർട്ട് ചെയ്തിട്ട് വെക്കുക. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഏറ്റവും താഴെയുള്ളത് എടുത്ത് നോക്കാൻ പലപ്പോഴും പറ്റാറില്ല, മുകളിലുള്ളത് മാത്രമേ കിട്ടാറുള്ളൂ. അപ്പൊ രണ്ട് സൈഡിലിട്ടും ട്രേഡ് ചെയ്യാൻ പറ്റാറില്ല. ആ ഒരു വിഷയമാണ്. രണ്ട് സൈഡിലേക്ക് അലർട്ട് ഇട്ട് വെച്ചാൽ മതി. ശരി ഓക്കെ. അതായിരിക്കും ഈസി വേ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ രണ്ട് ഫിൽറ്റർ ചെയ്യുക, താഴോട്ടുള്ള ഫിൽറ്റർ മേലോട്ടുള്ള ഫിൽറ്റർ, രണ്ട് കണ്ടീഷനുള്ള ഫിൽറ്റർ ഇട്ടിട്ട് ഇതുപോലെ ഡാഷ്ബോർഡിൽ എടുത്തിടുക. ശരി ഈ മൊബൈലിൽ സെയിം ഇതായിരിക്കുമല്ലോ അല്ലെ? ഇപ്പൊ ഈ കാണിച്ച പോലെ തന്നെ ആയിരിക്കുമല്ലോ നമ്മളത് ഉപയോഗിക്കേണ്ടത്? മൊബൈലിലും ഉപയോഗിക്കേണ്ടത് അങ്ങനെയാണ്. വ്യൂവിൽ ചെറിയ വ്യത്യാസം ഉണ്ടോ? വ്യൂ അത്ര സുഖമുള്ള വ്യൂ ആയിരിക്കത്തില്ല. ഓക്കെ. അപ്പൊ ക്രിയേറ്റ് സ്കാനർ ക്രിയേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു, ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചു, പിന്നെ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ഇത് ഓൾഡ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ വെച്ചിട്ട് എങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഒരു കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി റെഡിമെയ്ഡ് സ്കാനുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് പലരും ചെയ്ത റെഡിമെയ്ഡ് സ്കാനുകൾ നമുക്ക് റെഡിമെയ്ഡ് ഇവിടെ ഇല്ലേ? റെഡിമെയ്ഡ് സ്കാനുകൾ ടുഡേസ് ടോപ്പ് ട്രെൻഡിങ് സ്കാൻസ്. ഇപ്പൊ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡ് സ്കാനുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് എടുക്കാം. നേരത്തെ ഇതിൽ കൂടുതലുണ്ടായിരുന്നല്ലോ, നമ്മളുടെ മാറ്റിയത്. നേരത്തെ ഒരു ലിസ്റ്റ് ഫുള്ള് വരുമായിരുന്നു. ഇവിടെ ഒരുവിധപ്പെട്ട സ്കാനുകളൊക്കെ ഇവിടെ വരും. റെഡിമെയ്ഡ് ആയിട്ട് മുകളിൽ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്താൽ മതി, അതിൽ വരും. ഓക്കെ ഞാനിത് തപ്പിക്കൊണ്ടിരുന്നു. ഓക്കെ, ഇതിനകത്ത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ സ്കാൻസ് ആര് ചോദിച്ചിട്ട് പ്രോഫിറ്റ് ജംപ് ബൈ 200 ലാർജ് ക്യാപ് സ്റ്റോക്സ് ഫണ്ടമെന്റൽ ബേസ് ചെയ്തിട്ടുള്ള സ്കാനുകളൊക്കെ ഇവിടെ ഉണ്ട്. ടോപ്പ് ലൗഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ഫീഡ്ബാക്ക് കൊടുത്തേക്കുന്നതാണ് ടോപ്പ് ലൗഡ് വരുന്നത്. കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് വെച്ചിട്ടുള്ളത് ഇവിടെ ഉണ്ട്. പിന്നെ ബുള്ളിഷ് സ്കാൻസ് ഇവിടെ ഉണ്ട്, ബെയറിഷ് സ്കാൻസ്. ഇതൊന്നും കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ എടുത്തിട്ട് നമുക്കിപ്പോൾ കിട്ടാത്തൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇച്ചിമുക്കിന്റെ കണ്ടീഷൻ നമുക്ക് അറിയില്ലാണ്ട് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇച്ചിമുക്കിന്റെ സ്കാനർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇവിടെ EMA ക്രോസ് ഓവർ 5-13-26 ഇതൊന്നും കണ്ണുടച്ച് വിശ്വസിക്കരുത്. പിന്നെ ട്രസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ടോപ്പ് ലോഡ് മാത്രമേ ഉള്ളൂ. അതൊരു 5000 ഒക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ 4000-5000 ലൈക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സംബഡി ഈസ് യൂസിങ്. ഇപ്പൊ ഇതാണ് 3643 പേര് ലവ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പ്രമുഖനെ ഉണ്ടാക്കിയിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം കൊടുത്തിട്ട് സ്കാനർ ആയിരിക്കും ഇത്. അപ്പം ഈ സ്കാനറൊക്കെ കുറെയൊക്കെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആരാണ്ടൊക്കെയോ നാളെ ബ്രേക്ക്ഔട്ട് ഉണ്ടെന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ അത് 3.2% വന്നു. ഇപ്പോൾ ഇതിന്റെ കണ്ടീഷൻ എന്താണ് കൊടുത്തേക്കുന്നത്? എക്സ്പ്ലെയിൻ ബാക്ക് ടെസ്റ്റ് ഗ്രേറ്റർ ദാൻ ബ്രാക്കറ്റ് 1 day ago ഹൈ.
today's candle range high shows minus greater than the yesterday's candle range low. That means the price movement today is more significant. It was yesterday indicating increased volatility activity in the stock. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഓരോ കണ്ടീഷൻസ് എന്താണെന്ന്. ഇത് നോക്കി നമുക്ക് പഠിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. സമയം മെനക്കെടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള സ്റ്റോക്കുകൾ ഇത് ചിലപ്പം നാളെ രാവിലെ ഇതൊന്നും ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. രാവിലെ 9:30 സ്കാൻ ചെയ്തിട്ട് കിട്ടുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത്. അത് റിയൽ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ഈ സ്ക്രീനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റെഡിമെയ്ഡ് സ്കാൻസ് ഉണ്ടാവും ഇഷ്ടംപോലെ. പ്രോഫിറ്റ് ജമ്പ് 200% ഇവിടെ ഉണ്ട്. ഇത് വേണമെങ്കിൽ നമ്മുടെ ഇതിലേക്ക് കോപ്പി ചെയ്യാൻ ഈ കോപ്പി സ്കാൻ കൊടുത്താൽ മതി, നമ്മുടെ അവിടെ വന്ന് വീണോളൂ. നമ്മുടെ സ്കാൻ ലിസ്റ്റിനകത്ത് ഈ സ്കാൻ ഡാഷ്ബോർഡിനകത്ത് വന്ന് പോയി കിടന്നോളൂ കോപ്പി സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം ഇവിടെ സ്ക്രീനറിൽ ഇവിടെ മേളിൽ ക്ലിക്ക് ചെയ്താൽ മതി. പാലം പറഞ്ഞാണ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻഡ്ലെസ് സ്കാൻസ് നമുക്ക് കിട്ടും. നമ്മുടെ കണ്ടീഷൻസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ NR7 തന്നെ പലരും ഉണ്ടാക്കിയിട്ടാണ് ഇതാണ്. അപ്പൊ ഞാനും പബ്ലിക്കായിട്ട് സ്കാനർ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് കിടക്കും. ഓക്കെ, ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. പെന്നി സ്റ്റോക്സ്, മൾട്ടിബാഗർ എന്ന് കേൾക്കുമ്പോൾ ചാടി വീഴില്ല നമ്മള്. അപ്പം അതൊക്കെ ഈ ഒരു കണ്ടീഷൻസ് വെച്ചിട്ടാണ്. ഫേസ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു നമ്പർ 5, ബുക്ക് വാല്യൂ ഗ്രേറ്റർ ദാൻ നമ്പർ 10, ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ ഡെയിലി SMA 100, ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ 200, 50 200 50 മേളിലുള്ള ഡെയിലി ക്ലോസിംഗ് വന്ന് ലെസ് ദാൻ 5 5 രൂപ താഴെ ഉള്ളത്, ഫേസ് വാല്യൂ 5 രൂപ കൂടുതലുള്ളത്, ബുക്ക് വാല്യൂ 10 രൂപ കൂടുതലുള്ളത്. ഇതാണ് കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. ഒന്നുമില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ള ചാർട്ടിങ്ങില് ഇനി ആരെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ. അതെ, ഈ മാർക്കറ്റ് സമയത്ത് റിസൾട്ട് വരുമല്ലോ ചില കമ്പനിയുടെ, ഓക്കെ, അത് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ പെട്ടെന്ന് തന്നെ നമുക്ക്? ഇല്ല, അതൊന്നും അറിയാൻ പറ്റില്ല. ഇല്ലല്ലേ? ഇല്ല. നെക്സ്റ്റ് ഡേ പ്രോഫിറ്റ് ആണെങ്കിൽ റിഫ്ലക്ട് ആവും. അതിന് CNBC തന്നെ നോക്കിയിരിക്കണം, വേറെ വഴിയൊന്നുമില്ല. CNBC അല്ലെങ്കിൽ മണി കൺട്രോളോ അല്ലെങ്കിൽ സി ന്യൂസോ. സി ന്യൂസിൽ അപ്പൊ ഇതില് വേറെ സ്റ്റോക്ക് ന്യൂസുകളൊന്നും പ്രതീക്ഷിക്കണ്ട അല്ലെ? ന്യൂസ് ഇല്ല, ഇത് നമ്മള് ഫിൽട്ടർ ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്ക്രീനർ മാത്രം. ഓക്കെ. അപ്പൊ നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടേ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ ടുമോറോ മറ്റേ നാരോ CPR എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ലിങ്ക് കിട്ടി പോകും. അത് വേറെ ആൾക്കാർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിലായിട്ടല്ലേ പോകുന്നത്? അതിപ്പോ ഓരോരുത്തർ ഞാൻ കാണിച്ചില്ലേ, അതേപോലെ. ഓക്കെ, സ്ക്രീനറിലേക്കാണ് പോകുന്നത്. ആ നാരോ CPR കീവേഡ് വെച്ച് സെർച്ച് ചെയ്തെടുക്കുന്നല്ലേ അത്. ഓ ശരി. ഓക്കെ. ബുഷറ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡൗട്ട് ഉണ്ടോ? ആരും ഡൗട്ട് ഉണ്ടോ? 30 പേരുണ്ടെന്ന് തോന്നുന്നു. എല്ലാരും ഓക്കെ ആണോ? ഇല്ല. ഓക്കെ അല്ലേ? ടീച്ചർ പോയോ? ടീച്ചറിന്റെ ബോധം പോയോ? ടീച്ചറിന് അനക്കല്ലോ. ഹെവി റെയിൻ ആയതുകൊണ്ട് വൈഫൈ പോയിട്ടുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ജോബി കേൾക്കുന്നുണ്ടോ? കേക്കാം. ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു. മഴയായിരുന്നല്ലേ, കൂർക്കം വലിക്കുന്ന ഒച്ച പോലെ തോന്നി. ആണോ? അപ്പൊ ജോബി എത്ര വേണം? ഇനി കൂട്ടണോ? ഇനി വേണ്ടില്ല, എത്ര പോരാ? എല്ലാം കംപ്ലീറ്റ് ആയോ? ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാൻ? സംശയം ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോട്ടെ എല്ലാവരും. മെയിനായിട്ട് ഇതൊക്കെയാണ്. ഇനി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചേ പറ്റൂ. ഞാൻ പറയാനുള്ള എല്ലാം കവർ ചെയ്തിട്ടില്ല. ഇനി വല്ലതും ഉണ്ടോ? അലനൊക്കെ ഇതിനകത്ത് റിസർച്ച് ചെയ്യുന്നുണ്ട്, അവർക്കറിയാം. അലൻ, അംബരീഷ്, എല്ലാവരും. അപ്പൊ ഡാനിയലച്ചൻ നല്ലൊരു താങ്ക്സ് പറയും. ഡാനിയലച്ചൻ ഡാനിയലച്ചനൊക്കെ വീട്ടിൽ പോയിരുന്ന് ഉറക്കമായി. ഞാൻ ഉറക്കമൊന്നുമല്ല, ഞാൻ തന്നെ എനിക്ക് താങ്ക്സ്. ഇവിടെ മഴയൊന്നുമില്ല, പെരും ചൂടാ, 50 ഡിഗ്രി പോരെ. മതി. ഡൗട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്ക്.
ഹാൻഡ് റൈസ് ചെയ്തവരൊക്കെ. ജോബ് ചേട്ടാ, ആ ഈ പറഞ്ഞ നമ്മുടെ ബാക്ക് ടെസ്റ്റ് റിസൾട്ട് അത് എക്സലിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ടൈം വെച്ച് വരും. ഡേറ്റിൽ നിന്ന് അടുത്ത ഒരു 30 ദിവസത്തെ മൂവ്മെന്റ് എന്താണ് എന്ന് എക്സലിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ? ഗൂഗിൾ ഷീറ്റിൽ ചെയ്യാൻ പറ്റും നമുക്ക്. പ്രീവിയസ് 30 ഡേയ്സിലേക്കുള്ള ഗൂഗിൾ ഷീറ്റിലാണ് ഇക്വേഷൻ ചെയ്യാൻ പറ്റും. ഞാനത് ഇക്വേഷൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ എന്നാ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആ ഒരു ടേബിളിൽ ഓരോ സ്റ്റോക്കിന്റെയും പ്രൈസ് വീണ്ടും കാണിച്ചു കൊടുക്കണം. അല്ലാതെ നമുക്കൊരു 10 സ്റ്റോക്കിന്റെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിലേക്ക് 10 കൂടി വരത്തില്ല. നമ്മൾ ആ ഇക്വേഷനിലേക്ക് എക്സലിലാണ് ഞാൻ ചെയ്ത് നോക്കിയത്. അതെ, ഗൂഗിൾ ഷീറ്റിൽ ഞാൻ നോക്കിയിട്ട് പറയാം. ഇതിപ്പോ എക്സൽ അല്ലേ, എക്സലില് ഇതുപോലാണ് വരുന്നത്. ഈ ദിവസം 9:30 എനിക്ക് ടൈമിൽ തെറ്റ് കിടക്കും. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ടൈം വരും. ഏത് സമയത്താണ് ആ സ്റ്റോക്ക് അപ്പിയർ ആയത്, ആ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന ടൈം ഇവിടെ കാണിക്കും. ഏത് സമയത്താണ് ആ സ്റ്റോക്ക് മീറ്റ് ആയെന്ന് കാണിക്കും. അപ്പൊ അതനുസരിച്ച് നമുക്ക് അത് ഗൂഗിൾ ഷീറ്റിൽ ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഷീറ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ. ഒരു സാമ്പിൾ ഷീറ്റ് ചെയ്യുവാണെങ്കിൽ ഷെയർ ചെയ്യാവോ നമുക്ക് ഗ്രൂപ്പിൽ? കാരണം അത് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ബാക്കി ഡാറ്റ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം, അതായത് നമ്മൾ ആ കൊടുത്ത കണ്ടീഷൻ മാച്ച് ചെയ്ത ഡേറ്റിന് ശേഷമുള്ള ഒരു 10 ദിവസം 20 ദിവസം എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്തിട്ടുള്ള ഒരു സാധനം ഞാൻ കാണിക്കാം. കിടന്നാണോ ക്ലാസ് ഓടുന്നത്? എണീറ്റിരിക്കുക. ഇതെവിടെയാണ്? ജസ്റ്റ് രക്ഷപ്പെടുത്തിയാട്ടാ. ഞാനേ ഇത് പിന്നെ എങ്ങനെയാണ് ഓണായത്? ഓക്കെ, ജെറിൻ ഉദ്ദേശിച്ച ഇതാണോ? ഒറ്റ ഞാൻ എന്റെ ക്യാമറ നോക്കിയിട്ട് റൂഫിലോട്ട് വെച്ചോ? ക്യാമറ ഓണായത് അറിഞ്ഞില്ല. നിങ്ങൾ ഉദ്ദേശിച്ച ഇതാണോ? ഇപ്പൊ ഈ ഒരു സ്റ്റോക്കിന്റെ ഫുൾ ഹിസ്റ്ററി. അപ്പൊ ഈ ഒരു ഇത് കേസ് അല്ലേ, ഇതിപ്പോ എവിടുന്ന് വന്നേ? ഇവിടെ സ്റ്റോക്കിന്റെ നെയിം കൊടുത്തു കഴിഞ്ഞാല് ഇതിപ്പോ എനിക്ക് ഡൗൺലോഡ് ചെയ്യാത്തോണ്ട് വരുന്നില്ല. ഇത് ഗൂഗിൾ ഫയൽ ആണോ? ഇത് ഇത് ഗൂഗിൾ ഷീറ്റ്. ഇത് എക്സലിൽ പോയി, സോറി. ഇത് ഗൂഗിൾ ഷീറ്റാ. ഗൂഗിൾ ഷീറ്റിൽ ഇവിടെ സ്റ്റോക്കിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റ് തൊട്ട് സ്റ്റാർട്ട് ഡേറ്റ് ഫിനിഷ് ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ഹൈ ലോ വോളിയം ചേഞ്ച് പെർ ഡേ നമുക്ക് എന്ന് വരെ വേണമെങ്കിലും കിട്ടും. അതിന്റെ അതുണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. അത് ഞാനും ഉണ്ടാക്കിയായിരുന്നു. എന്താ കുഴപ്പമെന്ന് പറഞ്ഞാല് അത്രയും കഷ്ടപ്പെടാനുള്ള ഒരു പ്രീവിയസ് ഡേറ്റ ആണ് വേണ്ടേ? എന്ത് വേണ്ടേ? നമ്മളിപ്പോ ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ നമുക്ക് എക്സലില് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ ലിസ്റ്റ് ഓഫ് ഷെയർ കിട്ടുമല്ലോ. ഇപ്പൊ നമുക്കൊരു 10 ഷെയർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോ അതിനകത്ത് ഒരു കോളത്തില് ഓക്കെ നമുക്ക് പിന്നെ ഇപ്പൊ കറണ്ട് പ്രൈസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് വേണ്ടത് നമ്മൾ ആ ഫിൽട്ടർ ചെയ്ത ഡേറ്റിൽ നിന്ന് നെക്സ്റ്റ് 30 ഡേയ്സ് ആ സ്റ്റോക്കിന്റെ പ്രൈസ് എങ്ങനെ പിന്നെ മൂവ് ചെയ്തു. കാരണം നമ്മൾ നമുക്ക് ഇതിപ്പോ പിന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യാനല്ലേ? ബാക്ക് ടെസ്റ്റ് ആ ഡേറ്റ് ബാക്ക് ടെസ്റ്റ് ഡേറ്റ് കിട്ടി. കൊടുക്കുക. ആ ഡേറ്റ് ഇവിടെ കൊടുക്കുക. ഫിനിഷ് ഡേറ്റ് നിങ്ങൾക്ക് എന്നേരമാണ്. അല്ല, ആ ഡയറക്റ്റ് ആ കോളോട്ട് ലിങ്ക് ചെയ്താൽ പോരെ? ഇവിടുന്ന് ആ ലിങ്ക് ആ ഡേറ്റിന്റെ കോളം ഇവിടത്തേക്ക് ഇത് ചെയ്താൽ മതി, ലിങ്ക് ചെയ്താൽ മതി. ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ഡേറ്റ് ഫിനിഷ് ഡേറ്റ് നിങ്ങളൊരു 3 മാസത്തെ അല്ലെങ്കിൽ 10 ദിവസം 10 ദിവസം പ്ലസ് 10 ഡേയ്സിലുള്ള ലിങ്ക് ഇത് കോഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ 10 ദിവസം ഡേറ്റ് ഇവിടെ കിട്ടത്തില്ലേ? ഓട്ടോമാറ്റിക് വരുമല്ലോ.
അത് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കോളം കണക്ട് ചെയ്തൂടെ, ലിങ്ക് ചെയ്തൂടെ? കുറച്ച് ഡൗട്ട്. ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരാം. ഓക്കെ. അപ്പൊ എല്ലാവരും സോറി, ചെറിന്റെ ഡൗട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എല്ലാരും പോയിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ പറഞ്ഞോണ്ടിരിക്കുന്നു. ജോബി, താങ്ക്സ്. ഡാനിയൽ അച്ചായൻ എവിടെ? ജോബി ചേട്ടാ, എല്ലാം വിശദമായിട്ട് അന്ന് നമുക്ക് ട്രേഡിംഗ് വ്യൂ ക്ലാസ് എടുത്തു. ഇന്ന് ചാർട്ടിങ്ങിനെ കുറിച്ച് അതിന്റെ മുക്കുമൂലം അരിച്ചു പെറുക്കി എല്ലാവർക്കും വിശദമായിട്ട് പറഞ്ഞാണ്. ജോബി ചേട്ടന് ഗ്രൂപ്പിന്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ജോബി താങ്ക്സ്. ഇനിയിപ്പോ ഖത്തറിൽ എത്ര കാലം ഉണ്ട്? കുറച്ച് ദിവസം, 1 മാസം. അത്രേ ഉള്ളോ? ഷോർട്ട് ടൈം ആണോ? അതെ, ഷോർട്ട് ടൈം ആണ്. വരുന്നുണ്ടോ? ഇല്ല. ഞാൻ വിചാരിച്ച അവിടുന്ന് ഇങ്ങോട്ട് മാറി ഇവിടെ പെർമനന്റ് ആയിട്ട് കയറിയതാണ്. അല്ല, ഏതായാലും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല പണിയായിരുന്നു തോന്നുന്നു. ഗ്രൂപ്പിലൊന്നും പകലൊന്നും കണ്ടില്ല. അത് 2 സ്റ്റോക്ക് ഓപ്ഷനിൽ പെട്ടുപോയി. അതെ, ആ ട്രേഡിംഗ് വ്യൂവിന്റെ ക്ലാസ് കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ട്രേഡിംഗ് വ്യൂവിന്റെ ക്ലാസ് ഇവിടെ ലിങ്ക് ഇതിൽ കിടപ്പുണ്ടല്ലോ, യൂട്യൂബിൽ കിടപ്പില്ലേ? അല്ല, ഞാൻ സിബിനോട് ചോദിച്ചാൽ സിബിൻ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ ചെയ്തു തുടങ്ങിയ എന്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പൊ എടുത്തോളാം. ഓക്കെ, ചാനലിൽ ഷെയർ ചെയ്യാം. യൂട്യൂബ് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ. ജോബി പക്ഷെ ഒരു മടിയില്ലാതെ കേട്ടോ. ജോബി എപ്പോഴും ക്ലാസ് പറയാറ്. താങ്ക്സ് കേട്ടോ ജോബി. അതെ, ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും പറഞ്ഞു തരാൻ പറ്റിയ ജോബിയുടെ നേരത്തെ ചാർട്ടിങ്ങിന്റെ ക്ലാസ് മിസ് ചെയ്തല്ലോ എന്ന് വെച്ചാൽ സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് സ്റ്റാർട്ടിങ് ഇപ്പൊ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ. താങ്ക് യു വെരി മച്ച് ജോബി. പക്ഷെ ഇതിൽ കുറച്ചും കൂടി ന്യൂ വേർഷൻസ് വന്നിട്ടുണ്ട് ബീനാജി. ആണല്ലേ? എന്നാലും നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു. അപ്പൊ കേട്ട് കഴിയുമ്പോ നമുക്ക് ഇച്ചിരി കൂടി ഇൻട്രസ്റ്റ് വരുവേ. അതോ അറിയത്തില്ലേ? അന്ന് അറിയാവുന്നവർക്ക് മാത്രം എഴുതാൻ പറ്റും. ഇപ്പൊ ആർക്കും വേണമല്ലോ എഴുതാം. അതെ. എന്നാലും ചിലപ്പോ ഒന്ന് സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുകയെ. ഞാൻ ഈ ഫണ്ടമെന്റൽ 1-2 കൊടുത്തപ്പോ എനിക്ക് സ്റ്റക്കായി. പക്ഷെ ഇപ്പൊ എനിക്ക് ഇച്ചിരി കൂടെ ഫണ്ടമെന്റൽ സ്കാൻസ് എവിടെ ഇപ്പൊ മനസ്സിലായി. ഇച്ചിരി കൂടെ എന്തോ ബീന ചേച്ചിക്ക് അതിന് ആവേശമായിട്ടുണ്ട്. ഇന്നേതായാലും ഈ ആവേശത്തില് 3-4 സ്റ്റോക്ക് കണ്ടുപിടിച്ച് നാളെ ചലഞ്ചിൽ എനിക്ക് പഠിക്കാനുള്ള ആവേശമുള്ളൂ, ബാക്കി ആവേശമൊന്നുമില്ല. അതെ അല്ലേ ഡാനിയൽ? ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുമ്പോഴാണ് അത് ഒരു ഭാഗ്യം. പറഞ്ഞത് പഠിക്കുന്ന നല്ലൊരു കുട്ടിയാണ് ബീന ചേച്ചി ഇവിടുത്തെ. പഠിക്കാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു അഹംഭാവം ഒന്നും ഇല്ല, അതാണ് കാരണം പെട്ടെന്ന് മറന്നോളും. അങ്ങനെ ഒരു അഹംഭാവം ഇല്ല. പുതിയതായിട്ട് അപ്പൊ ജോബി, ഡാനിയൽ, ബീനാജി എല്ലാവർക്കും ഇവിടെ അലനൊക്കെ നല്ല ക്വസ്റ്റ്യൻസ്. ഫസലൊന്ന് ജോലിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. സിബിനുണ്ട്, ഗീത, പിന്നെ നമ്മളെ നമ്പൂതിരി അച്ഛനുണ്ട്. കമ്മോഡിറ്റിയുടെ ക്ലാസ് എടുക്കാം കേട്ടോ. ഒരു ദിവസം ഫ്യൂച്ചർ പറഞ്ഞു തരും. ഒരു ദിവസം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഉണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഒരു ദിവസം നടക്കത്തില്ല. അത് വലിയ ടോപ്പിക് അല്ലേ. അതൊരു ഫ്യൂച്ചർ മാത്രം ജസ്റ്റ് ഓടിച്ചിട്ട് പറഞ്ഞുതരാം. ഫ്യൂച്ചർ എങ്ങനെയാണ്, എന്താണ്. അല്ല, ഓപ്ഷൻസും ഫ്യൂച്ചറും ഒന്നിച്ച് പഠിക്കണമെങ്കിൽ 60 മണിക്കൂറെങ്കിലും വേണം മിനിമം. ഓ മൈ ഗോഡ്, വേണ്ട. വാസ്റ്റ് സബ്ജക്റ്റ് ആണ് ഇപ്പൊ ഈ ശരി. ഓക്കെ. കമ്മോഡിറ്റി ഒരു ദിവസം എടുക്കാം. കമ്മോഡിറ്റി ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല ടോപ്പിക്കാണ്. നല്ല നെക്സ്റ്റ് സാറ്റർഡേ എടുക്കോ കമ്മോഡിറ്റി? നെക്സ്റ്റ് സാറ്റർഡേ ആരും വന്നില്ലെങ്കിൽ എടുക്കാം. നോക്കട്ടെ. നാളെ സാറ്റർഡേ, ഫ്രൈഡേ പറയാം എന്താ സാഹചര്യം. താങ്ക് യു ജോബി. ജോബിക്ക് ഇനി ബാക്കിയുള്ളതൊക്കെ മല്ലൂസ് തരാട്ടോ. ഒരു ദിവസം ക്യാൻഡിൽ പാറ്റേൺസ് ആരെങ്കിലും